Okay, so we are going to discuss MTP 2 for corporate and other law. നമ്മൾ ഓൾറെഡി MTP 1 and RTP ഡിസ്കസ്ഡ് ആണ്. കാണാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അത് പോയി കാണണം. ഈവൻ വി ഹാവ് ഡിസ്കസ് September 25 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വിച്ച് വാസ് ആക്ച്വലി എ വെരി ഗുഡ് സെഷൻ. ആസ് ഇൻ നമ്മൾ കാണാത്ത ടൈപ്പ് ഓഫ് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ആ സെഷനകത്ത് പറഞ്ഞായിരുന്നു ദർ ആർ ഹയർ ചാൻസസ് ദേ വിൽ റിപ്പീറ്റ് ദ സെയിം ക്വസ്റ്റ്യൻസ് ഓർ ദർ ആർ ചാൻസസ് അറ്റ്ലീസ്റ്റ് they might repeat those questions in the multiple choice. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. സോ മേക്ക് ഷുവർ ഐദർ യു പേഴ്സണലി ഗോ ത്രൂ ദാറ്റ് September 25 QP. എഗെയിൻ അത് ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് ടൈം വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ത്രൂ ദ യൂട്യൂബ് സെഷൻ. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു 5-8 മിനിറ്റ് കൊണ്ട് അത് നമ്മുടെ സെഷനിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് യു വോണ്ട് ടേക്ക് മച്ച് ടൈം. സോ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു ഗോ ത്രൂ September 25 കോർപ്പറേറ്റ് ആൻഡ് അതറിലൂടെ സ്പെസിഫിക്കലി ദ QP ഐ വോണ്ട് യു ടു ഗോ ത്രൂ. നൗ ടൈം കളയാതെ തന്നെ വി ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് MTP 2. The usual way, first we'll discuss a descriptive part, we'll have a break, and then we'll come back and discuss the multiple choice part. So if you have any doubt, you can ask. നിങ്ങൾ പിന്നീടാണ് ഈ സെഷൻ കാണുന്നതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിനകത്ത് ഇട്ടാൽ മതി നിങ്ങളുടെ ഡൗട്ട്സ്. So we're going to start with question number 1. A Limited is planning to make a private placement of security. Now, if you see, MTP 1 private placement base ചെയ്തിട്ട് 2 question കിടപ്പുണ്ട്. Even for the RTP, they've mentioned. So make sure that you go through private placement area. ഇത്രയും തവണ private placement ചോദിച്ചുകൊണ്ടാണ് എടുത്ത് പറയണേ. A Limited is planning to make a private placement of securities. A managing director arranged to obtain a brief note from some source explaining the salient features of the issue of private placement that the board of directors shall keep in mind while approving the proposal on the subject. A Limited എന്ന് പറയുന്ന കമ്പനി പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ ഒരു ബ്രീഫ് നോട്ട് പല പല സോഴ്സിൽ നിന്ന് ഒപ്പിച്ചു. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എങ്ങനെ നടത്താം, എന്തൊക്കെ പോയിൻറ്റ്സ് ആണ് മൈൻഡിൽ വെക്കേണ്ടത് എന്നൊക്കെ ഒരു ബ്രീഫ് നോട്ട് ഒപ്പിച്ചു. ദ ബ്രീഫ് നോട്ട് ഇൻക്ലൂഡ്സ് ദ ഇൻഫർമേഷൻ ഓൺ ദ ഫോളോയിങ് പോയിൻറ്റ്സ്. അപ്പം താഴെ പറയുന്ന ഡീറ്റെയിൽസ് ആണ് ആ ബ്രീഫ് നോട്ടിനകത്തുള്ളത്. A private placement shall be made only to a selected group of identified persons not exceeding 200 in a financial year. ആ നോട്ടിനകത്ത് പറയുന്നുണ്ട് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ 200 ആൾക്കാർക്ക് മാത്രമേ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. The aforesaid ceiling of identified persons shall not apply to the offer made to qualified institutional buyers but is applicable to the employees of a company who shall be covered under the company's employee stock option scheme. ഈ 200-നകത്ത് QIBനെ കൂട്ടില്ല, പക്ഷേ എംപ്ലോയീസിനെ കൂട്ടും. അതായത് ESOP വഴി ഷെയർസ് അലോട്ട് ചെയ്ത് കിട്ടിയ എംപ്ലോയീസിനെ 200-നകത്ത് കൂട്ടും, QIBനെ കൂട്ടൂല. ഇതാണ് ബ്രീഫ് നോട്ടിനകത്തെ ഫസ്റ്റ് നോട്ട് അവർ കൊടുത്തേക്കുന്നത്. Second one, the offer on private placement basis shall be made only once in a financial year for any number of identified person not exceeding 200. അപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ചെയ്യുമ്പം ഒറ്റ തവണ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ ഫോർ എനി നമ്പർ ഓഫ് ഐഡൻറ്റിഫൈഡ് പേഴ്സൺ നോട്ട് എക്സീഡിങ് 200 എക്സീഡ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾക്ക് എനി നമ്പർ ഓഫ് പേഴ്സൺസിന് വേണമെങ്കിലും കൊടുക്കാം, പക്ഷേ വൺസേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദ കമ്പനി സോളിസിറ്റ്സ് യുവർ റിമാർക്സ് ഓൺ ദ പോയിന്റ്സ് റെഫേർഡ് അബവ് ആസ് ടു വെദർ ദേ കുഡ് ബി വാലിഡ് ഓർ നോട്ട്. റീസൺ റിമാർക്ക് ഷുഡ് ബി ഗിവൺ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്. ആ ക്വസ്റ്റിൻ്റെ ഫ്രെയിമിംഗ് ഭയങ്കര അടിപൊളിയാണ്. 2 ബ്രീഫ് നോട്ട് നിങ്ങളോട് തന്നിട്ട് ആ ബ്രീഫ് നോട്ടിൻ്റെ മുകളിൽ നിങ്ങൾക്കുള്ള റിമാർക്ക് എന്താണ്. അപ്പോൾ നമ്മളവിടെ സെക്ഷൻ 42 ആണ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യേണ്ട സെക്ഷൻ 42 ആണ് നമ്മുടെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സെക്ഷൻ. അവിടെ ആദ്യത്തേനകത്ത് പാർഷ്യലി കറക്റ്റ് എന്ന് നമുക്ക് പറയാം. കാരണം പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. 200 എക്സീഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. ആ 200 എന്ന് പറയുമ്പോൾ ഓരോ സെക്യൂരിറ്റിക്കാണ് നമ്മൾ 200 കമ്പ്യൂട്ട് ചെയ്യുക. 200-നകത്ത് QIBനെ ഇൻക്ലൂഡ് ചെയ്യരുത്, എംപ്ലോയീസ് അണ്ടർ ESOP വഴി അലോട്ട് ചെയ്തവരെയും കൂട്ടരുത്. ഇവർ പറഞ്ഞേക്കുന്ന ഒരു ഭാഗം തെറ്റാണ്. കാരണം ആ നോട്ടിനകത്ത് ഒരു ഭാഗം തെറ്റാണ്. സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് 200 പേഴ്സൺസ് കറക്റ്റാണ്, QIBനെ കൂട്ടരുത് എന്ന് പറയുന്നതും കറക്റ്റാണ്. എന്താണ് അവിടെ തെറ്റിപ്പോയിരിക്കുന്നത്? എംപ്ലോയീസിനെ പക്ഷെ കൂട്ടും എന്ന് പറയുന്നത് തെറ്റാണ്. ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് കറക്റ്റ്. സെക്കൻഡ് വണ്ണാത്തും കംപ്ലീറ്റ്ലി നമുക്ക് കറക്റ്റാണെന്ന് പറയാൻ പറ്റില്ല. സോ ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 42, private placement shall be made only to a selected group of persons whose number shall not exceed 50 or such other higher amount. ആ higher amount ആണ് 200 in a financial year. So 50 എന്ന് പറയുന്ന ആക്ടിനകത്ത് പറയുന്നുണ്ട്, പക്ഷെ അവർ ഹയർ നമ്പറും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. 200 എക്സീഡ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഈസ് ഓൾസോ പ്രൊവൈഡഡ് ദാറ്റ് എനി ഓഫർ ഓർ ഇൻവിറ്റേഷൻ മെയ്ഡ് ടു QIB ഓർ എംപ്ലോയീസ് അണ്ടർ ESOP ഷാൽ നോട്ട് ബി കൺസിഡർഡ് വൈൽ കാൽക്കുലേറ്റിംഗ് ദ നമ്പർ ഓഫ് 200. സോ നിങ്ങളെ ലിമിറ്റ് ഓഫ് 200 കമ്പ്യൂട്ട് ചെയ്യാൻ നേരത്ത് QIBനെ കൂട്ടണ്ട, ESOP വഴി എംപ്ലോയീസിന് അലോട്ട് ചെയ്ത് കിട്ടിയതിനെയും 200-നകത്ത് കൂട്ടണ്ട എന്നാണ് പറയണത്.
according to Rule 14, the company rules. An offer or invitation or subscribing securities under private placement shall not be made to persons more than 200 in the aggregate in the financial year. അപ്പോൾ 50 or such other higher amount 200 ആണ് റൂളിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. Now, as per the explanation to this rule, it is clarified that restrictions aforesaid would be reckoned individually for each kind of security. ഷെയറിന് സെപ്പറേറ്റ് 200, ഡിബഞ്ചറിന് സെപ്പറേറ്റ് 200, എല്ലാത്തിനും കൂടെ സെപ്പറേറ്റ് ആയിട്ടാണ് 200 കമ്പ്യൂട്ട് ചെയ്യുക. ആഗ്രിഗേറ്റ് ആയിട്ടല്ല 200 നമ്മൾ നോക്കുന്നത്. So, referring to the above mentioned provision, analysis conclusionോട് വരുവാണ്. ഒരു ഭാഗം കറക്റ്റാണ്. The company is correct in proposing the private placement shall be made only to a selected group of identified person in a financial year not exceeding 200. ആ ഭാഗം ശരിയാണ്. The company is also correct in proposing to the aforesaid ceiling limit of identified person shall not include QIB. QIBനെ ഇൻക്ലൂഡ് ചെയ്യത്തില്ല എന്ന് പറയുന്ന ഭാഗവും ശരിയാണ്. പക്ഷേ but the company is not correct in saying that the said ceiling limit is applicable ടു എംപ്ലോയീസ് കവേർഡ് അണ്ടർ ESOP. ആ എംപ്ലോയീസിനെ കവർ ചെയ്യും എന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങളുടെ റിമാർക്കാണ് ചോദിച്ചേക്കുന്നത്. സോ ഓരോ ഭാഗത്തിനകത്ത് നിങ്ങളുടെ റിമാർക്ക് പറയണം. ഫസ്റ്റ് പറഞ്ഞത് ശരിയാണ്, സെക്കൻഡ് പറഞ്ഞത് ശരിയാണ്. എംപ്ലോയീസ് അണ്ടർ ESOPനെ കമ്പ്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞതാണ് അവിടെ തെറ്റിപ്പോയേക്കണം. നോ, സെക്കൻഡ് പാർട്ട് വീണ്ടും റൂൾസ് പ്രകാരം ആൻ ഓഫർ ഓർ ഇൻവിറ്റേഷൻ to subscribe securities under private placement shall not be made to persons more than 200 in aggregate in a financial year. Keeping the ceiling of 200 persons in aggregate during a financial year, private placement can be made more than once in a financial year. Therefore, the second statement is not fully correct. അതായത് മോർ ദൻ വൺസ് എന്ന് പറയുന്നത് ഓരോ സെക്യൂരിറ്റിക്കല്ലേ നമ്മൾ 200 കമ്പ്യൂട്ട് ചെയ്യുന്നത്. പ്രിഫറൻസ് ഷെയർസ് 200, ഡിബെഞ്ചേഴ്സ് 200, ഷെയർസ് 200, അങ്ങനെയല്ല നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഓൾ ടുഗെദർ വൺസേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. റിമാർക്ക് എഴുതാൻ വേണ്ടി ചോദിക്കുമ്പം എപ്പോഴും ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇപ്പം അനാലിസിസ് കൺക്ലൂഷൻ ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് എഴുതാം. അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ അനാലിസിസ് കൺക്ലൂഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് റിമാർക്ക് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് യു ക്യാൻ റൈറ്റ് ദ കമ്പനി സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്, ദ കമ്പനി സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് കറക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ റിമാർക്ക് എന്നൊരു ഹെഡിങ്ങും കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. Okay, so we are moving to the next question. 3 chartered accountants, Mr. Arjun, Mr. Siddharth and Mrs. Kavita formed a LLP under the LLP Act 2008 in the name of ASK and Associates LLP, practicing chartered accountants. 3 പേരും കൂടെ കൂട്ടിയിട്ട് ഒരു LLP സ്റ്റാർട്ട് ചെയ്തു. പ്രാക്ടീസിങ് CAs ആണ് അവർ. പേര് അർജുൻ, സിദ്ധാർത്ഥ് ആൻഡ് കവിത. ASK അസോസിയേറ്റ്സ് എന്നുള്ള പേരിലാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെനിത്ത് റിസോഴ്സ് ലിമിറ്റഡ്, ZR ലിമിറ്റഡ് എന്നറിയപ്പെടും. ഇൻറ്റൻസ് ടു അപ്പോയിൻറ്റ് ASK ആൻഡ് അസോസിയേറ്റ്സ് LLP ആസ് ഓഡിറ്റേഴ്സ് ഓഫ് എ കമ്പനി. ആ കമ്പനിക്ക് ഈ ASK ലിമിറ്റഡിനെ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ടാണ് താല്പര്യം. എക്സാമിൻ ദ വാലിഡിറ്റി ഓഫ് ദ പ്രപ്പോസൽ ഓഫ് ZR ലിമിറ്റഡ് ടു അപ്പോയിൻറ്റ് ASK ആൻഡ് അസോസിയേറ്റ്സ് LLP, എ ബോഡി കോർപ്പറേറ്റ്, ആസ് എൻ ഓഡിറ്റർ ഓഫ് ദ കമ്പനി ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്. എടാ ബോഡി കോർപ്പറേറ്റിനെ നിങ്ങൾ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യരുത് എന്ന് ഡിസ്ക്വാളിഫിക്കേഷനകത്ത് പറയുന്നുണ്ട് 141 സബ്സെക്ഷൻ 3. പക്ഷേ ബോഡി കോർപ്പറേറ്റിനകത്ത് എന്ത് ഇൻക്ലൂഡർ അല്ല, LLP ഇൻക്ലൂഡർ അല്ല. അതായത് നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വലിനെ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം, ഒരു ഫേമിനെ അപ്പോയിൻറ്റ് ചെയ്യാം, അതിനകത്ത് LLPയും കൂടെ ഇൻക്ലൂഡറാണ്. സോ LLPക്ക് ഒരു എക്സെപ്ഷൻ പോലെ ആഡ് ചെയ്തിട്ട് LLP അപ്പോയിൻറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. സോ ASK ആൻഡ് അസോസിയേറ്റ്സിനെ ZR ലിമിറ്റഡ് ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒരു പ്രശ്നം അല്ല. The board of directors of Nova Communication Limited consists of Mr. Mehra and Mr. Singh and Mr. Verma. അപ്പോൾ ഓരോരുത്തർ പറയുന്നുണ്ട്. മെഹ്റ ആൻഡ് മിസ്റ്റർ സിംഗ് വെറും ഡയറക്ടേഴ്സ് മാത്രമാണ്. വർമ്മ എന്ന് പറയുന്ന ആൾ മാനേജിംഗ് ഡയറക്ടറും കൂടെയാണ്. ദ കമ്പനി ഹാസ് ഓൾസോ അപ്പോയിൻറ്റഡ് എ ഫുൾ ടൈം കമ്പനി സെക്രട്ടറി. കമ്പനിക്ക് ഫുൾ ടൈം ആയിട്ടുള്ള CS ഉണ്ട്. ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ കമ്പനി ഹാവ് ബീൻ സൈൻഡ് ബൈ മിസ്റ്റർ മെഹ്റ ആൻഡ് മിസ് സിംഗ്. അപ്പോൾ 2 ഡയറക്ടേഴ്സ് മാത്രമാണ് ബാലൻസ് ഷീറ്റും P&L അതായത് FS ഒപ്പിട്ടേക്കുന്നത്. എക്സാമിൻ വെദർ ദ ഓത്തൻറ്റിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ കമ്പനി ഇസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്. നോ, ഇറ്റ് ഇസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്. 2 ഡയറക്ടേഴ്സ് മാത്രം ഒപ്പിടുന്നത് തെറ്റാണ്. നോ, ഫസ്റ്റ് വണ്ട സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു LLPനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. 141 സബ്സെക്ഷൻ 3 റെഡ് വിത്ത് റൂൾ 10 പ്രകാരം എ ബോഡി കോർപ്പറേറ്റ് അതർ ദെൻ എ LLP രജിസ്റ്റേർഡ് അണ്ടർ ദി LLP ആക്ട് ഷാൽ നോട്ട്
ബി ക്വാളിഫൈഡ് ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റർ ഓഫ് എ കമ്പനി. LLP അല്ലാതെ നിങ്ങൾക്ക് വേറൊരു ബോഡി കോർപ്പറേറ്റിനെ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഗിവൺ കേസിൽ ഇസറാർട്ട് ലിമിറ്റഡ് അപ്പോയിൻറ്റ് ചെയ്തേക്കുന്ന ഒരു LLPനെയാണ്. സോ ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻ ആപ്ലിക്കബിൾ അല്ല. ഒരു പ്രശ്നവും ഇല്ല LLPനെ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ബോഡി കോർപ്പറേറ്റിനകത്ത് LLPക്ക് ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ട് പറയുകയാണ് നിങ്ങൾക്ക് LLPനെ വേണം എന്നുണ്ടെങ്കിൽ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. പിന്നെ FSM ബാലൻസ് ഷീറ്റ് ഒപ്പിട്ടേക്കുന്ന വെറും 2 ഡയറക്ടേഴ്സ് മാത്രമാണ്. According to Section 134, Subsection 1 of Companies Act, FS including the consolidated FS shall be approved by the board. അപ്പോൾ FS including the CFS approve ചെയ്യേണ്ടത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ആൻഡ് സൈൻഡ് on behalf of the board by the chairperson of the company where he is authorized by the board. Chairperson ഉണ്ട്, authorized by the board ആണെങ്കിൽ chairperson ഒപ്പിടുക. അല്ലെങ്കിൽ 2 directors out of which 1 shall be a managing director. Chairperson authorized അല്ല എന്നുണ്ടെങ്കിൽ 2 directorsൽ ഒരാളെങ്കിലും managing director ആയിരിക്കണം. And CEO, CFO and the company secretary of the company wherever they are appointed. CEO, CFO ഉണ്ടെങ്കിൽ അവർ ഒപ്പിടുക. CSനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരും ഒപ്പിടണം. ഇൻ കേസ് ഓഫ് 1% കമ്പനി ഒരൊറ്റ ഡയറക്ടർ മാത്രം ഒപ്പിട്ടാൽ മതി. ഈ പറയുന്ന കേസിൽ ബാലൻസ് ഷീറ്റും P&Lലും ഒപ്പിട്ടേക്കുന്ന വെറും 2 ഡയറക്ടേഴ്സാണ്. കമ്പനിക്ക് CSഉം ഉണ്ട്, മാനേജിംഗ് ഡയറക്ടറും ഉണ്ട്. ഇൻ ദ ഇൻസ്റ്റന്റ് കേസ് ദ ബാലൻസ് ഷീറ്റ് ആൻഡ് ദ P&L അക്കൗണ്ട് ഹാവ് ബീൻ സൈൻ only by Mr. മെഹ്റ ആൻഡ് സിംഗ്. വെറും ഡയറക്ടേഴ്സാണ്. മിസ്റ്റർ വർമ്മ മാനേജിംഗ് ഡയറക്ടർ ഷുഡ് ഹാവ് ബീൻ വൺ ഓഫ് ദ 2 സൈനിങ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഒന്നെങ്കിൽ മിസ്റ്റർ മെഹ്റ ആൻഡ് മിസ്റ്റർ വർമ്മയ്ക്ക് ഒപ്പിടായിരുന്നു, അല്ലെങ്കിൽ മിസ് സിംഗ് ആൻഡ് മിസ്റ്റർ വർമ്മയ്ക്ക് ഒപ്പിടായിരുന്നു. ഒരു ഡയറക്ടർ ആൻഡ് എ മാനേജിംഗ് ഡയറക്ടർ. ഫർദർ, സിൻസ് എ കമ്പനി ഹാസ് ഓൾസോ എംപ്ലോയ്ഡ് എ ഫുൾ ടൈം CS, ഹീ ഷുഡ് ഓൾസോ സൈൻ ദ ബാലൻസ് ഷീറ്റ്. കമ്പനിക്ക് CS ഉള്ളതുകൊണ്ട് CSഉം കൂടെ ഒപ്പിടണം. ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് കുട്ടികൾക്ക്, ഞാനിത് ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്, ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴും പറയുന്നതാണ്. ഇത് കമ്പൽസറി ക്വസ്റ്റൻ ആയിട്ട് തന്നെയാണ് അവർ MTPയിൽ ഇട്ടേക്കുന്നത്. സ്ഥിരം ചോദിക്കുന്ന ഒരു കൈൻഡ് ഓഫ് കമ്പൽസറി ആണ്. ചെയർപേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദ ബോർഡ് ആണെങ്കിൽ ഒപ്പിട്ടാൽ മതി. അല്ലെങ്കിൽ 2 ഡയറക്ടേഴ്സ് ഔട്ട് ഓഫ് വിച്ച് ഷാൽ ബി എ മാനേജിംഗ് ഡയറക്ടർ. CEO, CFO ഉണ്ടെങ്കിൽ അവർ ഒപ്പിടുക. CS അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഒപ്പിടുക. അപ്പോൾ CFOയുടെയോ CEOയുടെയോ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാത്തതുകൊണ്ട് അതിൻ്റെ റെലവൻസ് ഇവിടെ നിങ്ങൾക്ക് വരുന്നില്ല. CS അപ്പോയിൻറ്റഡ് ആണെന്ന് പറയുന്നത് കൊണ്ടാണ് CS ഒപ്പിടേണ്ടത്. കുട്ടികൾക്ക് എപ്പോഴുള്ളൊരു കൺഫ്യൂഷനാണ് ക്വസ്റ്റ്യൻ ചെയ്യാത്ത. ഇവിടെ CFOയും CEO ഒന്നും ഒപ്പിട്ടിട്ടില്ലല്ലോ, അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടില്ല. സോ 2 ഡയറക്ടേഴ്സിൽ ഔട്ട് ഓഫ് വിച്ച് 1 ഷാൽ ബി എ മാനേജിംഗ് ഡയറക്ടർ. CS അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് CSഉം കൂടെ ഒപ്പിടണം. ഇറ്റ്സ് എ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, യു ക്യാൻ മാർക്ക് ഇറ്റ് ആസ് ഇമ്പോർട്ടൻറ്റ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കൈൻഡ് ഓഫ് കമ്പൽസറി ക്വസ്റ്റ്യൻ ആണിത്. They usually repeat this question. I hope that's clear. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാനൊരു ചെറിയ ഡിലേ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചാറ്റിനകത്ത് നമ്മുടെ യൂട്യൂബിൽ എഴുതുമ്പോൾ എപ്പോഴും ചെറിയ ഡിലേ ഉണ്ട്. ദാറ്റ്സ് വൈ ഐ എം ജസ്റ്റ് വെയിറ്റിംഗ്. ഇൻ കേസ് ഇഫ് ദർ ഇസ് എ ഡൗട്ട് അപ്പോൾ അങ്ങനെ ക്ലാരിഫൈ ചെയ്ത് പോകാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. Okay. Going for the next one. Femade request ആണ്. Again, a good question I would say. Pujari Sharma, person resident outside India. ഒരു PROI ആണ്. ഒരു PROI. has invested in 4 residential immovable property under construction in Kolkata. So, ഒരു PROI ഇന്ത്യയിൽ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഈച്ച് പ്രോപ്പർട്ടി ഈസ് നെഗോഷിയേറ്റഡ് അറ്റ് 2 crore.
under the company owned by the builders. This amount is to be paid in 2 installments as 60% on immediate basis on booking and the balance on the possession of the property. 60% immediately കൊടുക്കുക, ബാക്കി പ്രോപ്പർട്ടി ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ മാത്രം കൊടുത്താൽ മതി, ബാക്കി 40%. The above transaction is done by the company owned by builders through 2 brokers from the USA on the commission basis. So ഈ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് ഒരു കമ്പനി ഓൺഡ് ബൈ ബിൽഡേഴ്സ് തന്നെയാണ്. പക്ഷേ അവരുടെ ബ്രോക്കേഴ്സ് ഇവിടെ അല്ല, USA-ലാണ്. കമ്മീഷൻ ബേസിസിലാണ് അവർ ആ പറയുന്ന ട്രാൻസാക്ഷൻ നടത്തുന്നത്. പൂജാരി ശർമ്മ ആസ് പെർ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് remitted 60% of the amount of all 4 immobile property directly to the company. 60% of all 4 പ്രോപ്പർട്ടിയും പുള്ളിക്കാരൻ ആ കമ്പനിക്ക് റെമിറ്റ് ചെയ്തു. Answer the following explaining the provisions of FEMA. Whether investment by Pujari Sharma and payment of commission on this transaction is permissible. അതായത് ഒരു PROI ഇന്ത്യയിൽ ഇമ്മൂബിൾ പ്രോപ്പർട്ടീൻ്റെ മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതുകൊണ്ട് പ്രശ്നമുണ്ട്? ഒരു പ്രശ്നവുമില്ല. അഗ്രികൾച്ചർ ലാൻഡ്, ഫാം ഹൗസ് അതിൻ്റെയൊക്കെ മുകളിൽ ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ പ്രോപ്പർട്ടി മേടിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. ഹൗ മച്ച് ഓർ മാക്സിമം എമൗണ്ട് ഓഫ് കമ്മീഷൻ ക്യാൻ ബി പെയ്ഡ് ടു ഈച്ച് ബ്രോക്കർ വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് RBI? നമ്മൾ പഠിച്ചിട്ടില്ലേ നമ്മുടെ $25,000 or 5% of the inward remittance, whichever is higher. ഇത് കമ്മീഷൻ പെർ ട്രാൻസാക്ഷൻ ആണ്. പെർ ട്രാൻസാക്ഷൻ ഇതിൽ ലിമിറ്റ് ചെയ്തേക്കുവാണ്. അവിടെ വരെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് RBIയുടെ അപ്രൂവൽ ഇല്ലാതെ കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. രണ്ട്, അതായത് പോയിന്റ് നമ്പർ 1 പോയിന്റ് നമ്പർ 2, ആ രണ്ട് ക്വസ്റ്റ്യൻ രണ്ട് സ്കെഡ്യൂളിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. സോ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇമ്മൂബിൾ പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ ബൈ പൂജാരി ശർമ്മ, അതായത് ഒരു PROI is a capital account transaction which is permissible as per Schedule 2 of the FEMA regulation. So FEMA regulation പ്രകാരം Schedule 2 പ്രകാരം അതൊരു പെർമിസിബിൾ ട്രാൻസാക്ഷൻ ആണ്. ഒരു പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ഒരു ഇമ്മൂബിൾ പ്രോപ്പർട്ടി ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. വിച്ച് പെർമിറ്റ്സ് അക്വസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂബിൾ പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ ബൈ എ PROI. അക്കോർഡിംഗ് ടു Schedule 3, അടുത്തതാണ് നമ്മുടെ സെക്കൻഡ് വൺ. അവർ പറയുന്നില്ല എത്ര കമ്മീഷൻ കൊടുക്കാൻ പറ്റുമെന്ന്. റെമിറ്റൻസസ് ബൈ പേഴ്സൺസ് അതർ ദൻ ഇൻഡിവിജ്വൽ ഷാൽ റിക്വയർ പ്രയർ അപ്രൂവൽ ഓഫ് RBI if the commission per transaction to agents abroad for sale of residential flats or commercial plots in India exceeds $25,000 or 5% of the inward remittance, whichever is higher. അപ്പോൾ ഒന്നെങ്കിൽ കമ്മീഷൻ per transaction $25,000 റെസ്ട്രിക്റ്റ് ചെയ്തോണം, or 5% of the inward remittance, whichever is higher. സോ ഈ പറഞ്ഞേക്കുന്ന മുകളിലത്തെ പ്രൊവിഷൻ പ്രകാരം Schedule 2 പ്രകാരം ഒരു PROI പൂജാരി കൊൽക്കത്തയിൽ ഫ്ലാറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന Schedule 2 പ്രകാരം പെർമിസിബിൾ ട്രാൻസാക്ഷൻ ആണ്. യെസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ദ പൂജാരി ശർമ്മ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് കമ്മീഷൻ ഓൺ ദ ട്രാൻസാക്ഷൻ ഇസ് പെർമിസിബിൾ. എത്ര വരെ ചെയ്യാൻ പറ്റും എന്നാണ് അവർ ചോദ്യം. ദ മാക്സിമം എമൗണ്ട് ഓഫ് കമ്മീഷൻ ദാറ്റ് ക്യാൻ ബി പെയ്ഡ് ടു ഈച്ച് ബ്രോക്കർ ഫോർ ഈച്ച് ട്രാൻസാക്ഷൻ വിത്തൗട്ട് ദ RBI's അപ്രൂവൽ ഷാൽ ബി $25,000 or 6 lakh. 6 lakh എങ്ങനെ വന്നെന്നറിയോ? 60% അയാൾ കൊടുക്കുന്നത്. 60% അയാൾ ക്വസ്റ്റ്യനകത്ത് കൊടുക്കുന്നുള്ളൂ എന്ന് പറയുന്നു. 2 കോടിയാണ് എമൗണ്ട്. സോ 60% ഓഫ് 2 crore നോക്കുക. അപ്പോൾ 1 crore 20 lakh 1.2 വരും. അതിൻ്റെ 5% ഈ മറ്റേ നമ്മുടെ 6 lakh എന്ന് പറയുന്നത്. സോ ഐദർ $25,000 or 6 lakh, whichever is higher. So the 6 lakh can be paid to each broker as commission without taking any approval of the RBI. So എത്ര വരെ നിങ്ങൾക്ക് കൊടുക്കാം? 6 lakh വരെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം 2 കോടിയാണ് ടോട്ടൽ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ 60% ഇപ്പോൾ കൊടുത്തേക്കുന്നത്. 60% ഓഫ് 2 CR 1.2, അതിൻ്റെ 5% ആണ് എടുത്തേക്കുന്നത്, which is 6 lakh. ഇതൊക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ട് വർക്കിംഗ് നോട്ടായിട്ട് കാണിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഐ കീപ് ടെല്ലിങ് ദാറ്റ് ടു മൈ സ്റ്റുഡൻസ്. എപ്പോഴും ഓർത്തോണം. ഇതൊക്കെ നല്ല വൃത്തിക്ക് പ്രൊവിഷൻ, അനാലിസിസ്, കൺക്ലൂഷൻ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എപ്പോഴും ഫ്രെയിം ചെയ്യുന്ന സമയത്ത് അവർക്ക് നമ്പർ ഓഫ് പേജസ് കുറയ്ക്കുക. അപ്പോൾ ജസ്റ്റ് കുട്ടികൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി ഇങ്ങനെ കൊടുത്തുന്നേ ഉള്ളൂ. പക്ഷേ പ്ലീസ് സ്റ്റിക്ക് ടു അവർ ഫോർമാറ്റ്. പ്രൊവിഷൻ, അനാലിസിസ്, കൺക്ലൂഷൻ, സ്റ്റിക്ക് ടു ദാറ്റ് പെർട്ടിക്കുലർ ഫോർമാറ്റ്. അഗൈൻ ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Okay, let us continue with the next one. Okay,
Sunlight Limited was incorporated on 22nd January 2024 with the object of providing software services. So Sunlight എന്ന് പറയുന്ന കമ്പനി ഫോം ചെയ്തു, അവർ സോഫ്റ്റ്വെയർ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ കമ്പനി അഡോപ്റ്റഡ് ഇറ്റ്സ് ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആസ് ഫ്രം 22nd January 2024 to 31st March 2025. അപ്പോൾ അതാണ് അവർ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. കാരണം 22nd January അവർ അഡോപ്റ്റ് ചെയ്തത്. സോ ആ വർഷം തീരൂല, തൊട്ടടുത്ത വർഷമേ അവരുടെ ഫിനാൻഷ്യൽ ഇയർ തീരുള്ളൂ. The financial statement for the set period after providing for depreciation in accordance with Schedule 2 of Companies Act 2013 revealed net profit. So FS depreciation ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടും നെറ്റ് പ്രോഫിറ്റ് ആണ് അവർ റിവീൽ ചെയ്യുന്നത്, ഫിനാൻഷ്യൽസ് കാണിക്കുന്നത്. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിക്ലെയർ 20% ഇൻട്രീം ഡിവിഡൻഡ് അറ്റ് ദർ മീറ്റിംഗ് ഹെൽഡ് ഓൺ 7th July 2025 ബിഫോർ ഹോൾഡിംഗ് ഇറ്റ്സ് ഫസ്റ്റ് AGM. ഫസ്റ്റ് AGM ഹോൾഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇൻട്രീം ഡിവിഡൻറ്റ് അവർ ഡിക്ലെയർ ചെയ്യുന്നു. 20%ലാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിക്ലെയർ ചെയ്തത്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് ആൻഡ് റൂൾസ് വെദർ ദ കമ്പനി ഹാസ് കംപ്ലൈഡ് ഡ്യൂ ഡെലിജൻസ് ഇൻ ഡിക്ലെയറിംഗ് ദ ഇൻട്രീം ഡിവിഡൻറ്റ്. ഒരു കുഴപ്പമില്ല, ഡ്യൂ ഡെലിജൻസ് പറഞ്ഞാൽ പ്രോപ്പറായിട്ടാണോ അവർ ഡിക്ലെയർ ചെയ്തേക്കുന്നത്, അതേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഇൻട്രീം ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാം. ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റിനേക്കാളും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കറണ്ട് ഇയർ പ്രോഫിറ്റ് നോക്കുക, പ്രീവിയസ് ഇയർ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടോ നോക്കുക, ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നത്തെ ക്വാർട്ടർ വരെ പ്രോഫിറ്റ് ഉണ്ടോ നോക്കുക. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഡിക്ലറേഷന് പോകാൻ പാടുള്ളൂ. ബോർഡിനെ ഡിക്ലെയർ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. സോ ഇറ്റ് ഇസ് ആക്ച്വലി in compliance only. Whether the company can declare the dividend in case if it was registered as a Section 8 company. No. Section 8 company start ചെയ്തേക്കുന്നത് ഫോർ ചാരിറ്റബിൾ ഒബ്ജക്ട്സിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഫോർ പ്രൊമോഷൻ ഓഫ് സയൻസ്, ആർട്സ്, കൊമേഴ്സ്, കൾച്ചർ, റിലീജിയൻ അങ്ങനത്തെ പേർപ്പസിന് വേണ്ടിയിട്ടാണ്. സോ ദേ ആർ പ്രൊഹിബിറ്റഡ് ഫ്രം ദ ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻറ്റ്. അവർ ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പറ്റൂല. So according to Section 123 of the Companies Act, the Board of Directors of a company may declare the interim dividend during any financial year or at any time during the period from the closure of the financial year till holding the AGM out of the surplus in the P&L account or out of the profits of the financial year or the profit generated till the quarter preceding the date of declaration. ഞാൻ പറഞ്ഞില്ല, ഒന്നെങ്കിൽ ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കുക, പ്രീവിയസ് ഇയർ പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കുക, അല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ ക്വാർട്ടർ വരെ നിങ്ങൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപയോഗിച്ച് നിങ്ങൾക്ക് ഇൻട്രീം ഡിവിഡൻറ്റ് കൊടുക്കാം. ഓക്കെ. In the instant case, Sunlight Limited has complied due diligence in declaring interim dividend as it was declared by the board. ബോർഡിന് മാത്രമേ ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. 7th July ബിഫോർ ഹോൾഡിംഗ് ദ AGM ആണ് ഇൻട്രീം ഡിവിഡൻറ്റ്. കാരണം ഏജത്തിൽ ഡിക്ലെയർ ചെയ്യുന്നത് ഫൈനൽ ഡിവിഡൻറ്റ് ആണ്, അതിന് മുന്നേ വരുന്നതാണ് ഇൻട്രീം ഡിവിഡൻറ്റ്. ഓൾസോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നെറ്റ് പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ അവർ ഡ്യൂ ഡെലിജൻസ് ആണ്, അവർ ഒരു കാര്യവും വയലേറ്റ് ചെയ്തിട്ടില്ല. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിക്ലെയർ ചെയ്തു, ഏജത്തിന് മുന്നേ ആണ് ഡിക്ലെയർ ചെയ്തത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നെറ്റ് പ്രോഫിറ്റാണ് കാണിച്ചത്. സോ ഡ്യൂ ഡെലിജൻസ് അവർ എക്സസൈസ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ കമ്പനിക്ക് പറ്റില്ല. സെക്ഷൻ കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഇസ് commenced for the purpose of charitable objects. It is prohibited from paying any dividend to its members as it is intended to apply its surplus only for promoting the object. Dividend declare ചെയ്യാൻ വേണ്ടി സർപ്ലസ് ഉപയോഗിക്കാൻ പാടില്ല. എന്ത് ഒബ്ജക്റ്റാണോ അവർ തുടങ്ങിയത് ആ ഒബ്ജക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സയൻസ്, ആർട്സ്, കൊമേഴ്സ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ല ഈ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ സർപ്ലസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി സെക്ഷൻ കമ്പനി ഉപയോഗിക്കാൻ പാടില്ല. ക്ലിയർ അല്ലേ? എല്ലാം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും കോർപ്പറേറ്റ്. നേരത്തെ കണ്ടില്ല, റിമാർക്ക് എഴുതുക, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ദ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് ഇസ് ഈസി. സെക്ഷൻ 8-ൻ്റെ Okay. Now, if you ask me, a very different question is this particular question, because ingante oru kind of question I have not seen in the
വർക്ക് ബുക്ക്. കാരണം ഇത് നിങ്ങൾക്കൊന്ന് എക്സാമിന് മുന്നേ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. MTP 2-നകത്ത് അവർ ഫ്രെയിം ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻ ഇറ്റ്സ് എ ബിറ്റ് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. ശ്രീ പ്രൈവറ്റ് ലിമിറ്റഡ് വാസ് ഫോംഡ് ഓൺ 25th April 2022. അവർ ഇന്ന് ശ്രീ ലിമിറ്റഡ് അന്നേരമാണ് ഫോം ചെയ്തത്. അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഇറ്റ് ഹാഡ് പ്രൊവൈഡഡ് ഇൻ ഇറ്റ്സ് ആർട്ടിക്കിൾസ് ദാറ്റ് ദ കമ്പനി ഷാൽ നോട്ട് ബി പെർമിറ്റഡ് ടു ആക്സെപ്റ്റ് ഓർ കീപ് അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ഓർ കോൾ മണി ഇൻ അഡ്വാൻസ്. കമ്പനി ഒരു രീതിയിലും കോൾസ് ഇൻ അഡ്വാൻസ് എക്സെപ്റ്റ് ചെയ്യരുത് എന്ന് AOAക്കകത്ത് സ്പെസിഫിക്കലി എഴുതിയിട്ടുണ്ടായിരുന്നു. However, in August 2025, the need was felt to amend the articles with respect to the retention of calls in advance. So, articles amend ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുന്നു with respect to calls in advance provision. Decide whether the provision inserted in the articles at the time of formation of a company can be considered as void. ഇതിനെ നിങ്ങൾക്ക് void ആയിട്ട് കാണാൻ പറ്റും. ഒരു സിമിലർ ക്വസ്റ്റ്യൻ വർക്ക് ബുക്കിൽ കിടപ്പുണ്ട്. കൈൻഡ് ഓഫ് സിമിലർ ക്വസ്റ്റ്യൻ ബട്ട് ഇറ്റ്സ് ബിറ്റ് ഡിഫറെൻറ്റ്. എടാ നമ്മൾ പറയുന്നില്ലേ സെക്ഷൻ 50-കകത്താണ് കോൾസ് ഇൻ അഡ്വാൻസിനെ പറ്റി പറയണത്. കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓതറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനിക്ക് കോൾസ് ഇൻ അഡ്വാൻസ് അക്സെപ്റ്റ് ചെയ്യാം. ആ കിട്ടുന്ന കോൾസ് ഇൻ അഡ്വാൻസ് ടെക്നിക്കലി ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അൺടിൽ ഇറ്റ് ബിക്കംസ് ഡ്യൂ. അവർ ആ കോൾ വിളിക്കുന്നിടം വരെ സെപ്പറേറ്റ് അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ടാണ് കമ്പനി അത് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത് AOA ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കോൾസ് ഇൻ അഡ്വാൻസ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ സെക്ഷൻ 6 കൂടെ അവർ കണക്ട് ചെയ്തിട്ടാണ് അതിൻ്റെ ആൻസർ എഴുതിയേക്കണം. അതായത് ആക്ടിന് ഓവർ റൈഡിങ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറയത്തില്ലേ അൺലെസ് അതർവൈസ് പ്രൊവൈഡഡ് സേവ് ആസ് അതർവൈസ് പ്രൊവൈഡ്. അതായത് ആക്ടിനകത്ത് തന്നെ സ്പെസിഫിക്കലി ഒരു സെക്ഷനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രിവെയിൽ ചെയ്യുക. അതായത് ആക്ടിനകത്ത് എടുത്ത് പറഞ്ഞേക്കാണ് AOA പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്രകാരം ഞാൻ ഇതിനെ ഇതുപോലത്തെ വേറൊരു സെക്ഷൻ പറയാം. നമ്മുടെ 103 കോറും എന്ന് പറയുന്ന സെക്ഷനകത്ത് പറയുന്നില്ലേ, ഇഫ് AOA പ്രിസ്ക്രൈബ്സ് ഫോർ എ ഹയർ നമ്പർ നിങ്ങൾ അതിന് പോവുക, അല്ലെങ്കിൽ ദിസ് ഇസ് ഗോയിങ് ടു ബി ദ കോറം എന്ന് പറയുന്നില്ലേ, ആ സെയിം ലോജിക്കാണ് അപ്ലൈ ചെയ്യണം. So Section 50 of Companies Act 2013 deals with acceptance of call money in advance by a company, which requires that acceptance can be made only if the company is authorized by the articles to do so. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി, a company can accept calls in advance provided it is authorized by the articles of association. ആ കമ്പനിയുടെ AOA ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് കോൾസ് ഇൻ അഡ്വാൻസ് അക്സെപ്റ്റ് ചെയ്യാം. According to Section 6, save as otherwise expressly provided in the Act, the provisions of this Act shall have effect notwithstanding anything to the contrary contained in the memorandum, articles or agreement or any resolution, whether the same has been registered, executed or passed, as the case may be, before or after the commencement of this Act. Save as otherwise expressly provided. അങ്ങനെ സ്പെസിഫിക്കലി ആക്ടിന് ഓവർ റൈഡിങ് ഇഫക്റ്റ് വരും. ആക്ടിന് ചില കാര്യങ്ങളെ മറികടക്കാൻ പറ്റും. ആർട്ടിക്കിളിന് മെമ്മോറാണ്ടത്തിനെയും ആർട്ടിക്കിൾസിനെയും നമ്മുടെ റെസൊല്യൂഷൻസിനെയും എഗ്രിമെൻറ്റിനെയും ഒക്കെ ഓവർ റൈഡ് ചെയ്യാൻ പറ്റും. അതായത് കമ്പനീസ് ആക്ട് ക്യാൻ ഓവർ റൈഡ് MOA, ക്യാൻ ഓവർ റൈഡ് AOA, ക്യാൻ ഓവർ റൈഡ് എഗ്രിമെൻറ്റ്, ക്യാൻ ഈവൻ ഓവർ റൈഡ് എനി റെസൊല്യൂഷൻ. സേവ് ആസ് അതർവൈസ് എക്സ്പ്രസ്ലി പ്രൊവൈഡ്. തന്നെ ആക്ടിനകത്ത് തന്നെ ഒരു പവർ കൊടുത്തേക്കുവാണ്, ഇതാണ് പ്രിവെയിൽ ആകാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അതേ പ്രിവെയിൽ ആവുള്ളൂ. ഇവിടെ എടുത്ത് പറയുന്നുണ്ട് സെക്ഷൻ 50-കകത്ത് AOAക്കകത്ത് പെർമിറ്റഡ് ആണെങ്കിൽ നീ കോൾസ് ഇൻ അഡ്വാൻസ് അക്സെപ്റ്റ് ചെയ്തോ. ഓക്കെ. എനി പ്രൊവിഷൻ കണ്ടെയ്ൻ ഇൻ ദ മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ് ഓർ റെസൊല്യൂഷൻ to which it is repugnant, that is conflict to the provisions of this act, become void as the case may be. അപ്പോൾ ഇവർ പറയുവാണ്, എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ആക്ടാണ് അവിടെ പ്രിവെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇൻ സിമ്പിൾ വേർഡ്സ്, the provisions of this act shall have an overriding effect. It is also noted that Section 6 starts with save as otherwise provided. It means that if any other section of the act says that article is superior, then we will treat it accordingly. Section 6 തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്, സേവ് ആസ് അതർവൈസ് പ്രൊവൈഡഡ്. അതതായ സെക്ഷനിൽ ആക്ട് തന്നെ ചില കാര്യങ്ങൾക്ക് പവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രിവെയിൽ ചെയ്യും. ആ കേസിൽ ആക്ടിന് ഓവർ റൈഡിങ് ഇഫക്റ്റ് ഇല്ല. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആക്ടിനായിരിക്കും ഓവർ റൈഡിങ് ഇഫക്റ്റ് ഉണ്ടാവുക. ഞാൻ 103 കാര്യം പറഞ്ഞില്ലേ, കോർത്തിനകത്ത് എടുത്ത് പറയണില്ലേ, AOA ഒരു ഹയർ നമ്പർ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, നീ ആ രീതിയിൽ പോവുക. റെസ്ട്രിക്ഷൻ ഓഫ് വോട്ടിംഗ് റൈറ്റ് 106 എടുത്ത് പറയുന്നുണ്ട്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വോട്ടിംഗ് റൈറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യാം AOAക്കകത്ത് ഈ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയുന്നത് കണക്റ്റിംഗ് ആയിട്ടുള്ള പ്രൊവിഷൻസാണ്. ഹിയർ ഇൻ ദ ഗിവൺ കേസ് ആർട്ടിക്കിൾസ് ഓഫ് പ്രൈവറ്റ് ലിമിറ്റഡ് എടുത്തു പറയുന്നുണ്ട് കോൾസ് ഇൻ അഡ്വാൻസ് പറ്റൂല. ആ കേസിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ പ്രൊവിഷൻസ് മാത്രമേ പ്രിവെയിൽ ചെയ്യുള്ളൂ.
ആർട്ടിക്കിൾസിൻ്റെ പ്രൊവിഷൻസ് മാത്രമേ പ്രിവെയിൽ ചെയ്യുള്ളൂ. ഹിയർ ഇൻ ദ ഗിവൺ കേസ് ആർട്ടിക്കിൾസ് ഓഫ് Shree Private Limited provide that the company shall not be permitted to accept or keep advance subscription money or call money in advance, and accordingly here such provision contained in the articles of association will prevail and cannot be considered as void. അതിനെ void ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം സെക്ഷൻ 6 എടുത്തു പറയുന്നത് സേവ് ആസ് അതർവൈസ് പ്രൊവൈഡഡ്, അതായത് സെക്ഷനിൽ എന്തെങ്കിലും ഒരു കാര്യം ആക്ട് പവർ ഇന്ന കാര്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രിവെയിൽ ചെയ്യും. ഇല്ലെങ്കിൽ ആക്ടിന് MOA, AOA, എഗ്രിമെൻറ്റ്, റെസൊല്യൂഷൻസിനെയൊക്കെ ഓവർറൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ എടുത്ത് 50 പറയുന്നു AOA ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൾസ് ഇൻ അഡ്വാൻസ് അക്സെപ്റ്റ് ചെയ്യാം. ക്വസ്റ്റിനകത്ത് എടുത്തു പറയുന്നു ഈ ശ്രീ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് AOA ഓതറൈസേഷൻ ഇല്ല ടു അക്സെപ്റ്റ് കോൾ മണി. ദെയർഫോർ അവിടെ സെക്ഷൻ 6 ആകൂല വരുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ആക്ട് ഓവർ റൈഡിങ് ഇഫക്റ്റ് അല്ല വരുന്നത്. AOAക്ക് അങ്ങനത്തെ റെസ്ട്രിക്ഷൻ വെക്കുന്നത് പെർമിറ്റഡ് ആയിട്ടാണ് ലോ കാണുന്നത്. നല്ല ക്വസ്റ്റ്യനാണ്. കൈൻഡ് ഓഫ് എ സിമിലർ ക്വസ്റ്റ്യൻ വർക്ക് ബുക്കിലുണ്ട്. ഇതൊന്ന് ചെയ്തിട്ട് പോകുന്നത് നല്ല, ജസ്റ്റ് വായിക്കേണ്ട. അത് ഫ്രെയിം ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒരു 1 ടൈം ഒന്ന് എഴുതി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ ഹൗ ടു റൈറ്റ് ദറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഓക്കെ, ദിസ് ക്വസ്റ്റ്യൻ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Okay, going for the next one. Prem and Vicky had a long dispute regarding the ownership of a land for which a legal suit was pending in the court. പ്രേമും വിക്കിയും തമ്മിൽ ഭയങ്കര അടി നടക്കുകയാണ്. ഒരു ലീഗൽ സ്യൂട്ട് കോർട്ടിൽ പെൻഡിങ് ആണ്. ഒരു ലാൻഡിൻ്റെ ഓണർഷിപ്പിൻ്റെ മുകളിലാണ് അവർ തമ്മിലുള്ള അടി. The court fixed a date for hearing on 27th October 2025, which was announced to be a holiday subsequently by the government. അപ്പോൾ ഇതൊരു ഹോളിഡേ ആയിട്ട് ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തു. വാട്ട് വിൽ ബി ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ദ ടൈം ഓഫ് ദ ഹിയറിംഗ് ഇൻ ദിസ് കേസ് അണ്ടർ ദ ജനറൽ ലോസ് ആക്ട് 1897. സെക്ഷൻ 10 പ്രകാരം ഒരു ഓഫീസോ ഒരു കോർട്ടോ ഒരു പെർട്ടിക്കുലർ ഡേ ക്ലോസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ എന്നാണോ കോർട്ട് റീഓപ്പൺ ചെയ്യുന്നത് നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലായിരിക്കും അതിനെ നമ്മൾ വാലിഡ് ആയിട്ട് കാണുക. ആ ദിവസമായിരിക്കും ഹിയറിംഗ് നടക്കാൻ വേണ്ടി പോകുന്നത്. So according to section 10 of the General Clause Act, whereby any legislation or regulation, any act or proceeding is directed, allowed to be done or taken in any court or office on a certain day or within a prescribed period, and if the court of the or the office is closed on that particular day or the last day of the prescribed period, the act or the proceeding shall be considered as done or taken in the due time if it is done on the next day after on which the court or the office is open. So 27th October അവർ വെച്ചു, ആ ദിവസം ക്ലോസ്ഡ് ആണ്, പെട്ടെന്നൊരു ഹോളിഡേ വന്നവർ അനൗൺസ് ചെയ്താണ് കോർട്ട് അല്ലെങ്കിൽ ഓഫീസ് ക്ലോസ്ഡ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, തൊട്ടടുത്ത വർക്കിംഗ് ഡേയിൽ അത് ചെയ്താൽ മതി. ഇൻ ദ ഗിവൺ സിറ്റുവേഷൻ വിക്കിയുടെയും നമ്മുടെ പ്രേമൻ്റെ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് അവർ ആ സ്യൂട്ട് ഹിയർ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത് 27th ഒക്ടോബറിലാണ്. സബ്സിക്വൻ്റ്ലി ഹോളിഡേ ആയിട്ട് അനൗൺസ് ചെയ്തൊരു ഡേ ആണ്. അപ്ലൈങ് ദ എബവ് പ്രൊവിഷൻ we can conclude that hearing date of 27th October 2025 shall be extended to the next working day. Next working day, 28th എന്ന് എഴുതണ്ട, we don't know if it's a Sunday or anything. So just write next working day. Date specify ചെയ്യേണ്ട, next working day എന്ന് മാത്രം കൊടുത്താൽ മതി. I hope it's clear. ഇവിടെ നിങ്ങൾക്ക് തെറ്റിക്കാൻ ചാൻസ് ഉള്ള you will just write 28th. We don't know if it's again a Sunday or again if it's a second Saturday or any kind of a public holiday ആണെന്നല്ലോ, പൂജയോ അങ്ങനെ ഒന്നും നമുക്കറിയില്ല. So just write next working day. Make it very generic. ഹോപ്പ് ദാറ്റ്സ് ഓൾസോ ക്ലിയർ. നിങ്ങൾ തെറ്റ് വരുത്താൻ ചാൻസ് ഉള്ള ആ സാധനം കൂടെ ഞാനവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. Okay, going for the next one.
Bright Industries Limited is planning to expand its manufacturing operations. To raise funds, the board is considering acceptance of deposits from the public. Bright Industries Limited, ഒരു പബ്ലിക് കമ്പനിയാണ്, ഒരു മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് ആണ്. ടു റേസ് ഫണ്ട്സ് ബോർഡ് ഡെപ്പോസിറ്റ്സ് പബ്ലിക്കിനടുത്തു നിന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അവരൊരു ഡിസിഷനിലോട്ട് എത്തുവാണ്. ദ കമ്പനി ഹാസ് എ നെറ്റ് വർത്ത് ഓഫ് 150 crore ആൻഡ് എ ടേൺ ഓവർ ഓഫ് 620 crore ആസ് പെർ ഇറ്റ്സ് ഓഡിറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ദ ഡയറക്ടേഴ്സ് വാണ്ട്സ് ടു എൻഷുർ ദ കംപ്ലൈൻസ് വിത്ത് ദ കമ്പനീസ് ആക്ട്. സോ ഇറ്റ്സ് ആക്ച്വലി എ പബ്ലിക് കമ്പനി. ഇതാണ് നെറ്റ് വർത്ത് ആൻഡ് ടേൺ ഓവർ. Net worth and turnover. The director wants to ensure compliance with the Companies Act before and the company rules before proceeding. Explain the meaning of eligible company. State the maximum amount of deposits it can accept from persons other than members. Always remember, എല്ലാ കമ്പനിക്കും പബ്ലിക്കിൻ്റെ അടുത്തു നിന്ന് ഫണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആസ് in the form of deposits. ഡെപ്പോസിറ്റ്സ് പബ്ലിക്കിൻ്റെ അടുത്തു നിന്ന് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു എലിജിബിൾ കമ്പനി ആയിരിക്കണം. എലിജിബിൾ കമ്പനി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെറ്റ് വർത്ത് 100 crore or more, ടേൺ ഓവർ 500 crore or more എക്സീഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ നിങ്ങളെ എലിജിബിൾ കമ്പനി എന്ന് പറയാം. നെറ്റ് വർത്ത് ആണ് കുട്ടികൾ എപ്പോഴും എക്സാമിന് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എഴുതരുത്. നെറ്റ് വർത്ത് 100 crore or more, ടേൺ ഓവർ 500 crore or more. ഇതിൽ കണ്ടീഷൻ ഏതെങ്കിലും ഒരെണ്ണം വന്നാൽ മതി. കണ്ടീഷൻ ആൻഡ് അല്ല, കണ്ടീഷൻ ഓറാണ്. ഇതിൽ ഏതെണ്ണം ഒരെണ്ണം എക്സീഡ് ചെയ്യുവാണ്. സച്ച് എ പബ്ലിക് കമ്പനി കെൻ അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദ പബ്ലിക്. പക്ഷേ എത്രയിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല? 25% ഓഫ് ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ഫ്രീ റിസർവ്സ് ആൻഡ് സെക്യൂരിറ്റീസ് പ്രീമിയത്തിനേക്കാളും എക്സീഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇനി ഇത് നിങ്ങളൊരു എലിജിബിൾ കമ്പനിയാണോ അല്ലയോ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് നെറ്റ് വർത്തോ ടേൺ ഓവർ എക്സീഡ് ചെയ്തിട്ടുണ്ട്, സോ നിങ്ങൾക്ക് ഫണ്ട് അക്സെപ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഫണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ഫ്രീ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം, ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ ആ പറയുന്ന എമൗണ്ടിനേക്കാളും കൂടുവാണ് നിങ്ങൾ മേടിക്കാൻ പോകുന്ന പൈസ. ഓൾറെഡി മേടിച്ച് വെച്ചേക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ്സ് പ്ലസ് നിങ്ങൾ മേടിക്കാൻ പോകുന്ന പൈസ. മെമ്പേഴ്സിൻ്റെ അടുത്തുനിന്ന് മേടിച്ചല്ല, ഓൾറെഡി പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന് മേടിച്ച് കുറച്ച് പൈസ ഇരിപ്പുണ്ട്. പ്ലസ് നിങ്ങൾ മേടിക്കാൻ പോകുന്ന പൈസ നിങ്ങളുടെ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ഫ്രീ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയത്തിനേക്കാളും കൂടുവാണ് എന്നുണ്ടെങ്കിൽ SR പാസ്സാക്കുക. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ഫ്രീ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയത്തിനേക്കാളും താഴെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ OR പാസ്സാക്കിയാൽ മതി. I'll give that with an example. ഇപ്പോൾ ഇവരിവിടെ എത്ര രൂപയാണ് മേടിക്കുന്നതെന്നൊന്നും പറയുന്നില്ല. ടു റേസ് ഫണ്ട്സ് എന്നേ പറയുന്നുള്ളൂ. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളോട് ഫിഗറൊക്കെ തന്നിട്ടുള്ള, ന്യൂമറിക്കൽസ് തന്നിട്ടുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ ഐ ഫ്രെയിം ഇറ്റ് ഇൻ എ വെരി ഡിഫറെൻറ്റ് വേ. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ഫ്രീ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു 300 crore ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, വേണ്ട, ഒരു 600 crore ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന പൈസ, ഓൾറെഡി മേടിച്ച പൈസ 600 crore എക്സീഡ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് SR പാസ്സാക്കിയിട്ട് പബ്ലിക്കിനടുത്തുനിന്ന് ഫണ്ട് അക്സെപ്റ്റ് ചെയ്യാം. നിങ്ങൾ മേടിക്കാൻ പോകുന്ന പൈസ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ഫ്രീ റിസർവ്, സെക്യൂരിറ്റീസ് 600 crore ആണ്. അതിനേക്കാളും താഴെയാണ്. സേ 590, 500, 400 ഇത്ര മാത്രമേ നിങ്ങൾ മേടിക്കുന്നുള്ളൂ. കുഴപ്പമില്ല, നിങ്ങൾ OR പാസ്സാക്കിയാൽ മതി. സോ നിങ്ങൾ ലിമിറ്റ് നോക്കേണ്ട, OR ആണോ SR ആണോ നോക്കേണ്ടത്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ഫ്രീ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയത്തിനേക്കാൾ എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ SR, അതിനേക്കാളും താഴെയാണെന്നുണ്ടെങ്കിൽ OR. അത് ഓൾറെഡി മേടിച്ച പൈസയും മേടിക്കാൻ പോകുന്ന പൈസയും. ഇവിടെ മെമ്പേഴ്സിനടുത്തു നിന്ന് മേടിച്ച പൈസ കൂട്ടാൻ വേണ്ടി എടുക്കേണ്ട, പബ്ലിക്കിനടുത്തു നിന്നുള്ളതാണ് നോക്കേണ്ടത്. നോക്കാം. എലിജിബിൾ കമ്പനി മീൻസ് എ കമ്പനി, നെറ്റ് വർത്ത് 100 crore, ടേൺ ഓവർ 500 crore. പ്രയർ കൺസെൻറ്റ് കമ്പനിയുടെ അടുത്തുനിന്ന് SR വെച്ച് ഒബ്റ്റെയിൻ ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, 180 subsection 1 clause Cയുടെ ലിമിറ്റാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. 180 subsection 1 clause Cയുടെ ലിമിറ്റാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ് പ്ലസ് സെക്യൂരിറ്റീസ് പ്രീമിയത്തിനേക്കാളും എക്സീഡ് ചെയ്യുവാണെങ്കിൽ SR, ഇതിനേക്കാളും താഴെയാണെന്നുണ്ടെങ്കിൽ OR. ഇതാ മാക്സിമം എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ്സ് ഒരു എലിജിബിൾ കമ്പനിക്ക് ഫണ്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഓൾറെഡി മേടിച്ച ഡെപ്പോസിറ്റ്സ്, അതിനകത്ത് മെമ്പേഴ്സിനടുത്തൊന്നും മേടിച്ചത് കൂട്ടണ്ട. 25% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ഫ്രീ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം. സോ മാക്സിമം നിങ്ങൾക്ക് പബ്ലിക്കിനടുത്തുനിന്ന് മേടിക്കാൻ പറ്റുന്ന എത്രയാണ്? 25% പ്ലസ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ് പ്ലസ് സെക്യൂരിറ്റീസ് പ്രീമിയം. ഈ ലിമിറ്റ് നിങ്ങൾ നോക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? OR ആണോ SR ആണോ? 180 subsection 1 clause C ആണിത് പറയുന്നത്. റെസൊല്യൂഷൻ ഇതൊക്കെ MCQനും ചോദിക്കാം. നിങ്ങളുടെ ഇത് മൂന്നും ക്വസ്റ്റിനകത്ത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ഫ്രീ റിസർവ്, സെക്യൂരിറ്റീസ് മൂന്നിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ അത് കൂട്ടുക. അത് എത്രയാണെന്ന് നോക്കുക. നിങ്ങൾ ഓൾറെഡി പബ്ലിക്കിനടുത്തു നിന്ന് മേടിച്ചതും മേടിക്കാൻ പോകുന്ന പൈസയും രണ്ടും കൂടെ കൂട്ടുക. ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ 600 ആണ് വന്നേ എന്ന് അസ്യൂം ചെയ്യുക. നിങ്ങൾ മേടിക്കാൻ പോകുന്നത് 700 ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാക്കേണ്ടത് SR. നിങ്ങൾ മേടിക്കാൻ പോകുന്നത് 590 ആണെങ്കിൽ നിങ്ങൾ പാസ്സാക്കേണ്ടത് OR. സോ ഇങ്ങനെയാണ് റെസൊല്യൂഷൻ തീരുമാനിക്കുക. മാക്സിമം നിങ്ങൾക്ക് എത്ര പറ്റുള്ളൂ?
25% of the paid up share capital free reserves and securities payment. ഇതിവിടെ ലിമിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പല എക്സാമ്പിൾ ആക്കി പറഞ്ഞില്ല, അങ്ങോട്ട് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് പറഞ്ഞല്ല. മാക്സിമം പബ്ലിക്കിന് അടുത്തൊന്നും മേടിക്കാൻ പറ്റുന്ന അത്ര മാത്രമേ ഉള്ളൂ. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഇതിനകത്ത് ആ ലിമിറ്റ് ഒക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ഡെപ്പോസിറ്റ്സിൻ്റെ സ്ഥിരം ചോദിക്കുന്നതാണ്. ടെന്യൂർ ആ 25% ലിമിറ്റിന് വേണ്ടി എക്സാമ്പിൾ എടുക്കണ്ട, അത് ജസ്റ്റ് മറ്റേ എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞു കേട്ടോ. 25% ലിമിറ്റ് അതിന് വേണ്ടി എടുക്കണ്ട കേട്ടോ. മുകളിലത്തെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് 25% ലിമിറ്റ് നോക്കരുത്. ഇറ്റ്സ് ഓൺലി ഫോർ ദ എബവ് എക്സാമ്പിൾ. എബവ് പ്രൊവിഷൻ്റെ OR ആണോ SR ആണോ എന്ന് കുട്ടികൾക്ക് എപ്പോഴും ഒരു ഡൗട്ടുണ്ട്, അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? നിങ്ങൾ ഏത് റെസൊല്യൂഷനാണോ നിങ്ങൾ ROCനെ അറിയിക്കണം വിതിൻ എ പീരീഡ് ഓഫ് 30 days. SR ആണെങ്കിലും OR ആണെങ്കിലും അറിയിക്കണം. Okay. Going for the next one, again mark this as important. It can come for MCQ, it can come for descriptive, number of days nokka varuna oru sambhavamana. You can mark this question as important. Mr. Ram is the auditor of XYZ Limited, which is a government company. He has resigned on 31st December 2025, while the financial year of the company ends on 31st March 2026. Explain the provisions regarding filling of such vacancy. Would your answer be different if it is അതർ ദെൻ എ ഗവൺമെൻറ് കമ്പനി? ആദ്യം നിങ്ങൾ ഗവൺമെൻറ് കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ എഴുതുക, പിന്നെ നോൺ ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ എങ്ങനെ അതിനെ ഫില്ല് ചെയ്യും. സോ ഒരു ഓഡിറ്റർ റിസൈൻ ചെയ്യുക, ഡെത്ത് സംഭവിക്കുക, റിമൂവ് ചെയ്യപ്പെടുക, ഇന്നെലിജിബിൾ ആകുക, ഇതെല്ലാം കാഷ്വൽ വേക്കൻസി എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി ഒരു ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ പൊതുവേ കാഷ്വൽ വേക്കൻസി ഫില്ലപ്പ് ചെയ്യുന്നത് C&AG ആണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, വിതിൻ എ പീരീഡ് ഓഫ് 30 days ഓഫ് സച്ച് വേക്കൻസി ഉണ്ടായി 30 ദിവസത്തിനുള്ളിൽ C&AG ഫില്ല് ചെയ്യും. C&AGക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വിതിൻ നെക്സ്റ്റ് 30 days ബോർഡ് ഫില്ലപ്പ് ചെയ്തോളും ആ വേക്കൻസി. നിങ്ങളൊരു നോൺ ഗവൺമെൻറ് കമ്പനിയാണ്, ഇതിപ്പോൾ ഗവൺമെൻറ് കമ്പനിയുടെ കേസാണ്. സെക്കൻഡ് പാർട്ട് അവർ ചോദിക്കുകയാണ്, വിൽ യുവർ ആൻസർ ബി ഡിഫറെൻറ്റ് ഇഫ് ഇറ്റ് ഇസ് എ നോൺ ഗവൺമെൻറ് കമ്പനി? യെസ്, ദ ആൻസർ വിൽ ബി ഡിഫറെൻറ്റ്. ആ കാഷ്വൽ വേക്കൻസി ഫില്ലപ്പ് ചെയ്യുന്നത് ബോർഡാണ്. ഇഫ് ഇറ്റ് ഇസ് കോസ് ഡ്യൂ ടു റെസിഗ്നേഷൻ്റെ ബേസിസിൽ വന്നതാണെങ്കിൽ ബോർഡ് ഫില്ലപ്പ് ചെയ്യും. എന്നിട്ട് 3 മാസത്തിനുള്ളിൽ ബോർഡ് ഫില്ലപ്പ് ചെയ്തത് ആരെയാണോ അത് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഷെയർ ഹോൾഡേഴ്സ് റാറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം, അവർ സമ്മതിച്ചിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് ആ ഓഡിറ്റർ അടുത്ത AGM വരെ മാത്രമേ ആ പൊസിഷൻ ഹോൾഡ് ചെയ്യുള്ളൂ. സോ ഇഫ് ഇറ്റ് ഇസ് എ ഗവൺമെൻറ് കമ്പനി, C&AG വിതിൻ എ പീരീഡ് ഓഫ് 30 days, C&AGക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിതിൻ നെക്സ്റ്റ് 30 days ബോർഡ് ഫില്ലപ്പ് ചെയ്യും. ഇഫ് ഇറ്റ്സ് എ നോൺ ഗവൺമെൻറ് കമ്പനി, ബോർഡ് ഫില്ലപ്പ് ചെയ്യും വിതിൻ എ പീരീഡ് ഓഫ് 30 days. എന്നിട്ട് ഈ പറയുന്നത് വിതിൻ എ പീരീഡ് ഓഫ് 3 months ഷെയർ ഹോൾഡേഴ്സ് ജനറൽ മീറ്റിംഗ് വിളിച്ചു കൊടുത്തിട്ട് റാറ്റിഫൈ ചെയ്യണം. അൺടിൽ ദ കൺക്ലൂഷൻ ഓഫ് നെക്സ്റ്റ് AGM ആണത് ഹോൾഡ് ചെയ്യുക, ഇഫ് ദ കാഷ്വൽ വേക്കൻസി വാസ് ഓൺ അക്കൗണ്ട് ഓഫ് റെസിഗ്നേഷൻ. ഈ നമ്പർ ഓഫ് ഡേയ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 139 സബ്സെക്ഷൻ 8, ഇതൊരു ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ C&AG 30 daysനുള്ളിൽ കാഷ്വൽ വേക്കൻസി ഫില്ലപ്പ് ചെയ്യും. C&AGക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബോർഡ് ഫില്ലപ്പ് ചെയ്യും നെക്സ്റ്റ് 30 daysനുള്ളിൽ. ഫസ്റ്റ് 30 daysനുള്ളിൽ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് 30 days. ഇനിയും നമ്മുടെ അതർ ദെൻ എ ഗവൺമെൻറ് കമ്പനി, നോൺ ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ ബോർഡാണ് ഫില്ലപ്പ് ചെയ്യുക 30 daysനുള്ളിൽ. റെസിഗ്നേഷൻ വഴി വന്നതാണ് എന്നുണ്ടെങ്കിൽ അത് 3 monthsനുള്ളിൽ റാറ്റിഫൈയും കൂടെ ചെയ്തിട്ടുണ്ടായിരിക്കണം. റെസിഗ്നേഷൻ്റെ റീസൺ കൊണ്ടാണെങ്കിൽ 3 monthsനുള്ളിൽ ഷെയർ ഹോൾഡേഴ്സ് റാറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ഓഡിറ്റർ അണ്ടിൽ ദ കൺക്ലൂഷൻ ഓഫ് നെക്സ്റ്റ് AGM ആയിരിക്കും പൊസിഷനിൽ ഇരിക്കാൻ പോകുന്നത്. മറക്കരുത്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു നമ്പർ ഓഫ് ഡേയ്സ് ആൻഡ് കേസ് ബേസ് ക്വസ്റ്റ്യൻ ആണ് കാഷ്വൽ വേക്കൻസി. റെസിഗ്നേഷൻ ആണെങ്കിൽ മാത്രം ഇറ്റ് ഷുഡ് ബി റാറ്റിഫൈഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് വിതിൻ എ പീരീഡ് ഓഫ് 3 months ബോർഡ് അപ്പോയിൻറ്റ് ചെയ്തിട്ട്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ അഗെയിൻ. ഓക്കെ അല്ലേ?
Okay, going for the next one. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ് ആണ്, എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ് ആണ്. ഡിസ്കസ് ദ ഫോളോയിങ് ടേംസ് വിത്ത് റെഫറൻസ് ടു ദ ജനറൽ ക്ലോസ് ആക്ട് 1897, അഫിഡവിറ്റ് ആൻഡ് ഗുഡ് ഫെയ്ത്ത്. അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ സത്യവാങ്മൂലം. ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ഇൻറ്റൻഷനോടുകൂടി ഓണസ്റ്റായിട്ട് സിൻസിയറായിട്ട് ചെയ്യുന്ന ഒരു സംഭവം. അവിടെ മാലിസ് ഇൻക്ലൂഡഡ് ആവാൻ വേണ്ടി പാടില്ല. Affidavit, according to section 3 clause 3 of the General Clause Act, affidavit shall include affirmation and declaration in case of persons by the law allowed to affirm or declare instead of swearing. അപ്പോൾ ഇതൊരു ഭയങ്കര റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ അല്ല, ഷാൽ ഇൻക്ലൂഡ് എന്നാണ് പറയുന്നത്. അഫർമേഷനും ഡിക്ലറേഷനും ഇൻക്ലൂഡഡ് ആണ്. ആർക്കൊക്കെ അഫേം ചെയ്യാനായിട്ട്, ആർക്കൊക്കെ ഡിക്ലെയർ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ടോ അവരൊക്കെ ചെയ്യുന്നു, ഇൻസ്റ്റെഡ് ഓഫ് സ്വെയറിങ്. ഈ പറയുന്ന അഫിഡവിറ്റ് നമുക്ക് പല അതോറിറ്റിയുടെ മുന്നിലും കോർട്ടിന് മുന്നിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു റിട്ടൺ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അഫിഡവിറ്റ് ഇസ് എ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് കൺഫേംഡ് ബൈ അഫേം ഓർ ഓത്ത്. നമ്മൾ പറയില്ലേ, ഞാൻ ഇതിനകത്ത് എഴുതിയേക്കുന്നതെല്ലാം സത്യമാണ്, ഇറ്റ് ഇസ് ട്രൂ ആൻഡ് ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ്. അതിനെ എവിഡൻസ് ആയിട്ടാണ് കോടതിയിലോ അല്ലെങ്കിൽ ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു അതോറിറ്റി ഉള്ളൊരു സ്ഥലത്ത് കാണുന്നത്. അഫിഡവിറ്റ്, ഞാൻ കൊടുക്കുന്ന അഫിഡവിറ്റിനെ ഒരു എവിഡൻസ് ആയിട്ടാണ് അവർ കാണുന്നത്. ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ 3 clause 22 ഓഫ് ദ ജനറൽ ക്ലോസ് ആക്ട് പ്രകാരം വെർ എൻ ആക്ട് ഇസ് ഡൺ ഓണസ്റ്റ്ലി, നിങ്ങളുടെ ഉദ്ദേശം ഓണസ്റ്റ് ആണ്, സിൻസിയർ ആണ്. വെദർ ഇറ്റ് ഇസ് ഡൺ നെഗ്ലിജൻ്റ്ലി ഓർ നോട്ട്, അതൊരു ഫാക്ട് ബേസ്ഡ് ആണ്. മാലിസ് ഇൻക്ലൂഡഡ് ആകാൻ പാടില്ല, പറ്റിക്കാൻ ഉദ്ദേശം പാടില്ല, അത്രേ ഉള്ളൂ. സോ നിങ്ങൾ ഓണസ്റ്റായിട്ടോ സിൻസിയറായിട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനറൽ ക്ലോസ് ആക്ട് പ്രകാരം അതിനെ ഗുഡ് ഫെയ്ത്ത് ആയിട്ടാണ് കാണുന്നത്. എഗെയിൻ നമുക്ക് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനകത്ത് പറഞ്ഞേക്കുന്ന ഗുഡ് ഫെയ്ത്തും ജനറൽ ക്ലോസ് ആക്ടിനകത്ത് പറഞ്ഞേക്കുന്ന ഗുഡ് ഫെയ്ത്തും സെയിം ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സർക്കംസ്റ്റാൻസസ് ഓഫ് ഈച്ച് കേസ്. ദിസ് എനിത്തിങ് ഡൺ വിത്ത് ഡ്യൂ കെയർ ആൻഡ് അറ്റൻഷൻ വിച്ച് ഇസ് നോട്ട് മാലിഫൈഡ് വെദർ ഇറ്റ് ഇസ് ഡൺ നെഗ്ലിജൻ്റ്ലി ഓർ നോട്ട് ഇസ് പ്രിസ്യൂം ടു ഹാവ് ബീൻ ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് അക്കോർഡിംഗ് ടു ദ ജനറൽ ക്ലോസ് ആക്ട്. സോ അതതായ ആക്ട് ഗുഡ് ഫെയ്ത്തിനെ വേറൊരു രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതതായ ആക്ട് റെഫർ ചെയ്യാം. സോ ജനറൽ ക്ലോസ് ആക്ട് പറയുന്നത് വാട്ട് എവർ യു ഹാവ് ഡൺ ഓണസ്റ്റ്ലി, വാട്ട് എവർ യു ഹാവ് ഡൺ വിത്ത് ഡ്യൂ കെയർ ആൻഡ് ഡെലിജൻസ്, വിത്ത് നോ ഇൻറ്റൻഷൻ ഓഫ് മാലിസ്, ഒരു മാലിഫൈഡ് ഇൻറ്റൻഷൻ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ജനറൽ ക്ലോസ് ആക്ട് പ്രകാരം അതിനെ ഗുഡ് ഫെയ്ത്ത് ആയിട്ട് കാണാം. സോ സർക്കംസ്റ്റാൻസ് ഓഫ് ദ കേസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ഗുഡ് ഫെയ്ത്തിന് വേറൊരു അർത്ഥമാണ്. സോ അതതായ ആക്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റെഫർ ദാറ്റ്. ഇഫ് നത്തിങ് ഇസ് മെൻഷൻ, ദിസ് ഇസ് വാട്ട് ഗുഡ് ഫെയ്ത്ത് മീൻസ് അക്കോർഡിംഗ് ടു ജനറൽ ക്ലോസ് ആക്ട്. ഇതും ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ പെർസ്പെക്റ്റീവിൽ ചോദിച്ചാൽ അവിടെ നെഗ്ലിജൻസ് ഉണ്ടോ ഇല്ലയോ എന്നും കൂടെ നിങ്ങൾ നോക്കണം. അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ ആ രണ്ട് ഡെഫിനിഷനും? Okay, going for the next one. Waive power limited plans to raise funds through multiple tranches of securities using a shelf prospectus. ഇതൊരു പബ്ലിക് കമ്പനിയാണ്, അവർക്ക് ഫണ്ട് വേണം, മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ടാണ് ഫണ്ട് അവർ റൈസ് ചെയ്യുന്നത്. സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ട് ഷെൽഫ് പ്രോസ്പെക്ടസ് ഫയൽ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഇറ്റ്സ് ഫസ്റ്റ് ഓഫർ ദ കമ്പനി ഈസ് പ്രിപ്പയറിംഗ് ഫോർ ദ സെക്കൻഡ് ഓഫർ അണ്ടർ ദ സെയിം ഷെൽഫ് പ്രോസ്പെക്ടസ്. ആദ്യത്തെ ഓഫർ കഴിഞ്ഞു, രണ്ടാമത്തെ ഓഫറിന് മുന്നേറ്റ് ഷെൽഫ് പ്രോസ്പെക്ടസ് അവർ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. ബിഫോർ പ്രൊസീഡിംഗ്, Wave Private Limited needs to know what information must be filed with the registrar along with the information memorandum. You as a chartered accountant are required to list the detail the company is required to include in the information memorandum. Technically ഇവിടെ ഷെൽഫ് പ്രോസ്പെക്ടസ് നമ്മൾ സെക്ഷൻ 31 ആണ് ഡീൽ ചെയ്യുന്നത്. സെക്ഷൻ 31 പറയുന്ന ഒരു കമ്പനിക്ക് സെബി പറയുന്ന ക്ലാസ് ഓഫ് കമ്പനീസിനാണ് ഷെൽഫ് പ്രോസ്പെക്ടസ് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ പറയുന്ന പ്രോസ്പെക്ടസ് ഫയൽ ചെയ്യുമ്പോൾ ഒരു കമ്പനിക്ക് യൂഷ്വലി ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് പോലത്തെ കമ്പനിക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഫണ്ടിൻ്റെ ആവശ്യം വരുവാണെങ്കിൽ ഓരോ തവണ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് ഫണ്ട് റേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടീഡിയസ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്, ഭയങ്കര ടയറിംഗ് ആണ്, ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ അവർക്ക് കൊടുത്തേക്കുന്ന ഒരു പ്രിവിലേജാണ് സെബി. ചില ക്ലാസ് ഓഫ് കമ്പനിക്ക് പ്രിവിലേജസ് കൊടുത്തിട്ട് പറയുക നിങ്ങൾക്ക് മൾട്ടിപ്പിളായിട്ട് സെക്യൂരിറ്റിയൊക്കെ ഇഷ്യൂ ചെയ്ത് ഫണ്ട് റേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നേക്കാം ഒരു വർഷം തന്നെ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞൊരു പ്രോസ്പെക്ടസ് ഫയൽ ചെയ്യുക, അതിൻ്റെ വാലിഡിറ്റി പീരീഡ് 1 year ആണ്. അപ്പോൾ നിങ്ങളിത് ആദ്യത്തെ ഓഫർ കൊടുക്കുമ്പോൾ തന്നെ ഷെൽഫ് പ്രോസ്പെക്ടസ് ഫയൽ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ആ ഒരു വർഷത്തേക്ക്, ലെറ്റ് us take today's date, അതായത്
17th ഡിസംബറിലേക്കാണ് നിങ്ങൾ ഫയൽ ചെയ്തേക്കുന്നത്. സോ ഒരു വർഷത്തേക്കാണ് അതിൻ്റെ വാലിഡിറ്റി വരും. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എത്ര തവണ വേണം എന്നുണ്ടെങ്കിലും ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓരോ തവണയും ഫ്രഷ് പ്രോസ്പെക്ടസ് ഫയൽ ചെയ്യേണ്ട. അതിന് പകരം നിങ്ങൾ എന്ത് ഫയൽ ചെയ്താൽ മതി? ഇൻഫർമേഷൻ മെമ്മോറാൻഡം. സോ ഇൻഫർമേഷൻ മെമ്മോറാൻഡം ടുഗെദർ വിത്ത് ഷെൽഫ് പ്രോസ്പെക്ടസ് ഷെൽ ബി ഡീം ടു ബി എ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് ഫയൽ ചെയ്തതിന് തുല്യമായിട്ടേ കാണത്തുള്ളൂ. ഷെൽ പ്രോസ്പെക്ടസ് ഫസ്റ്റ് ഓഫർ ഓഫ് സെക്യൂരിറ്റി ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫയൽ ചെയ്യും. എൻ്റെ വാലിഡിറ്റി പീരീഡ് 1 year ആണ്. ഈ 1 yearനുള്ളിൽ മൾട്ടിപ്പിൾ സെക്യൂരിറ്റീസ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യാം. പക്ഷേ ഓരോ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വേറൊരു ഡോക്യുമെൻ്റ് ROCക്ക് ഫയൽ ചെയ്യണം, ഇൻഫർമേഷൻ മെമ്മോറാൻഡം. ആ ഇൻഫർമേഷൻ മെമ്മോറാൻഡം ROCക്ക് ഫയൽ ചെയ്യുമ്പം എല്ലാ മെറ്റീരിയൽ ഫാക്ട്സ് ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ 1 time ആയിട്ടല്ലേ 1 yearലേക്കല്ലേ ഷെൽ പ്രോസ്പെക്ടസ് ഫയൽ ചെയ്യുന്നത്. സോ ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് ഇൻഫർമേഷൻ മെമ്മോറാൻഡത്തിനകത്ത് കാണണം. ആദ്യത്തെ ഓഫറും ഇപ്പോഴത്തെ ഓഫറും തമ്മിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ പൊസിഷൻ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. വേറെ ഏതെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, ചാർജ് ക്രിയേറ്റ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതും ഇൻഫർമേഷൻ മെമ്മോറാൻഡത്തിനകത്ത് എഴുതി ആരെ അറിയിക്കുക? ROCനെ അറിയിക്കുക. ഞാനിവിടെ 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. ഐ വുഡ് പേഴ്സണലി സജസ്റ്റ് യു ടു റൈറ്റ് സെക്ഷൻ 31 to clause 70. Definition of prospectus, section 31 ഒരു intro and then come to information memorandum because it is a 5 mark question. Too short presentation പോലെ എനിക്ക് തോന്നി. My personal preference would be elaborate a little more. Okay അല്ലേ? Too simple ആയിപ്പോയത് എക്സ്പ്ലനേഷൻ. Too short ആയിപ്പോയി എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ കറക്റ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് വൺ. ദിസ് ഇസ് ഓൾസോ എ ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ ഇത്രയും നല്ല ഒക്കിഡിലും ഇത് നോക്കൂ അത് നോക്കൂ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും MTP 1 പറഞ്ഞിട്ടില്ല. ബട്ട് MTP 2 ചില ക്വസ്റ്റ്യൻസ് ഐ ഫീൽ ടു ബി ഗുഡ് ഇനഫ്. ദിസ് അഗെയിൻ ഈസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ABC പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു OPC ആണ്. ഇസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ 2024. The company has not appointed a company secretary. Company secretary illa due to its small scale of operation. At the end of the financial year 24-25, the company needs to file its annual return. ഒരു വർഷം നടന്ന ഓപ്പറേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ ROC അറിയിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ആനുവൽ റിട്ടേൺ. കമ്പനി OPC ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ചെയ്യാൻ പോവാന്നാണ് പറയുന്നത്. The director in the state of dilemma consulted the company law expert whether they need to submit a full-fledged annual return or an abridged version, who should sign the document. അതായത് അബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ആനുവൽ റിട്ടേൺ ഒരു 10-16 പേജ് വരുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്. പക്ഷേ ചില കമ്പനീസിന്, അതായത് 1% കമ്പനി, സ്മോൾ കമ്പനീസ്, സച്ച് ദ ക്ലാസ് ഓഫ് കമ്പനീസ് ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ട് പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് നിങ്ങൾ കുഞ്ഞു കമ്പനിയിലെ ചെറിയ സ്കെയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനീസ് അല്ലേ, നിങ്ങൾ അബ്രിഡ്ജ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ചെറിയൊരു റിട്ടേൺ നിങ്ങൾ ഫയൽ ചെയ്താൽ മതി. 5 to 6 pages വരുന്ന ചെറിയൊരു റിട്ടേൺ നിങ്ങൾ ഫയൽ ചെയ്ത് വെച്ചാൽ മതി. ചിലപ്പോൾ മറ്റേത് 10-16 എന്നുള്ള 10-25 പേജൊക്കെ വരെ പോയേക്കാം, ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ ബിഗ് ലാർജ് ദ കമ്പനീസ്. സോ നിങ്ങളൊരു ചെറിയ, അപ്പോൾ OPCക്കും സ്മോൾ കമ്പനിക്കും അബ്രിഡ്ജ്ഡ് MGT 7A എന്ന് പറയുന്ന ഒരു അബ്രിഡ്ജ്ഡ് ഫോമിൽ ചെറിയ റിട്ടേൺ ഉണ്ട്, അത് നിങ്ങൾ ഫയൽ ചെയ്താൽ മതി. ആരാണ് സൈൻ ചെയ്യേണ്ടത്? OPCക്ക്. നിൻ്റെ OPCക്ക് കമ്പനി സെക്രട്ടറി ഉണ്ടെങ്കിൽ കമ്പനി സെക്രട്ടറി ഒപ്പിടണം. കമ്പനി സെക്രട്ടറി ഇല്ലെങ്കിൽ സോൾ ഡയറക്ടർ ആരാണോ അയാൾ ഒപ്പിട്ടാൽ മതി. ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നു കമ്പനി സെക്രട്ടറി അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ ആരൊപ്പിട്ടാൽ മതി? സോൾ ഡയറക്ടർ ഒപ്പിട്ടാൽ മതി. ക്വസ്റ്റിനകത്ത് കമ്പനി സെക്രട്ടറിയുടെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ CS ഒപ്പിടണം. Based on the provisions of Companies Act, advise on the following. What form should ABC Private Limited use to file its annual return? Abridged ആണ്, MGT 7A ആണ്. ബാക്കിയുള്ള ആൾക്കാർ MGT 7 ആണ്. സ്മോൾ കമ്പനിയും OPCയും MGT 7A ആണ്. Who is authorized to sign? ഞാൻ പറഞ്ഞില്ല, CS ഉണ്ടായിരുന്നെങ്കിൽ CS, അല്ലെങ്കിൽ the sole director. According to Section 92 of the Companies Act, every company shall prepare a return known as annual return in the prescribed form, prescribing how the company stood in the close of the financial year. 1% company, small company, such other class of companies in MGT 7A annual return file ചെയ്താൽ മതി. ആ പറയുന്നതിന് അബ്രിഡ്ജ് റിട്ടേൺ എന്നാ പറയുക. 1% കമ്പനി, സ്മോൾ കമ്പനിക്കൊക്കെ ആനുവൽ റിട്ടേൺ പൊതുവേ സൈൻ ചെയ്യേണ്ടത് CS ആണ്. കമ്പനിക്ക് CS ഇല്ലെങ്കിൽ ആ ഡയറക്ടർ, സോൾ ഡയറക്ടർ ആരാണോ അവർ ഒപ്പിട്ടാൽ മതി. അപ്പോൾ ഈ പറയുന്ന കേസിൽ ഇതൊരു 1% കമ്പനിയാണ്. ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഫോം MGT 7A അബ്രിഡ്ജ്ഡ് ഫോം. ഇതൊരു OPC സ്മോൾ കമ്പനി അല്ലെങ്കിൽ MGT 7 ആയാണ്. Now, in the absence of a CS, annual return should be signed by the sole director. CS ഇല്ല എന്ന ക്വസ്റ്റ്യൻ തുടക്കത്തിൽ പറയുന്നത് കൊണ്ട് സോൾ ഡയറക്ടർ. CS ഉണ്ടായിരുന്നുവെങ്കിൽ CS ഒപ്പിടണം.
നല്ല ക്വസ്റ്റൻ ആണ്. ഈ ഓത്തൻറ്റിക്കേഷനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചെയർപേഴ്സൺ ഓതറൈസ് ബൈ ദ ബോർഡ് ഓർ 2 ഡയറക്ടേഴ്സ് ഔട്ട് ഓഫ് വിച്ച് 1 ഷാൽ ബി എ മാനേജിംഗ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ക്വസ്റ്റനും ഇതും അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി എന്നൊക്കെ സ്ഥിരം ചോദിക്കുന്ന അക്കൗണ്ട്സ് മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഈ ഓത്തൻറ്റിക്കേഷൻ പാർട്ട് ഇസ് യൂഷ്വലി കമ്പൾസറി ക്വസ്റ്റൻ. MCQന് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം 2 മാർക്സിനൊക്കെ. സോ ഐ വുഡ് സേ ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. Just checking if you have any doubt. ഈ സെയിം ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഐ എം നോട്ട് ഡിസ്കസിങ് ഇറ്റ് ഓവർ ആൻഡ് ഓവർ. എക്സാക്ട് സെയിം ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. എജുസ്റ്റം ജനറിസം ഇതും ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പ്രീവിയസ് സെഷനിൽ യു ക്യാൻ ജസ്റ്റ് എജുസ്റ്റം ജനറിസം ഇതും സെയിം ക്വസ്റ്റ്യൻ, എക്സാക്ട് സെയിം ക്വസ്റ്റ്യൻ. സോ ഐ എം നോട്ട് ഡിസ്കസിങ് ഇറ്റ്. ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അതേ ക്വസ്റ്റ്യൻ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തത് കൊണ്ട് ഐ എം നോട്ട് ഗോയിങ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ. In a general meeting of a company, the shareholders passed a special resolution regarding some special matters. ഒരു ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടി SR പാസ്സാക്കി ചില സ്പെഷ്യൽ മാറ്റേഴ്സിന് വേണ്ടി. There were 30 members present in the meeting, out of which 15 voted in favor of the resolution, 6 voted against it and 5 votes were invalid. 15 പേര് ഫേവറബിൾ ആയിട്ട് വോട്ട് ചെയ്തു, 6 പേര് എഗൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തു, ബാക്കിയുള്ള 5 എണ്ണം ഇൻവാലിഡ് ആയിരുന്നു. ദ റിമൈനിങ് 4 മെമ്പേഴ്സ് അബ്സ്റ്റെയിൻ ഫ്രം വോട്ടിംഗ്. അവർ വോട്ടേ ചെയ്തിട്ടില്ല. ദ ചെയർമാൻ ഓഫ് ദ മീറ്റിംഗ് ഡിക്ലെയർ ദ റെസൊല്യൂഷൻ എസ് പാസ് വിത്ത് റെഫറൻസ് ടു ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്. എക്സാമിൻ ദ വാലിഡിറ്റി ഓഫ് ചെയർമാൻസ് ഡിക്ലറേഷൻ. അപ്പോൾ 3/4 ഓഫ് ദ മെജോറിറ്റി എഗ്രി ചെയ്യുന്നതിനെയാണ് നമ്മൾ SR എന്ന് പറയുക. ഇവിടെ ഒരു കമ്പ്യൂട്ടേഷൻ ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. ഇവർ വർക്കിംഗ് നോട്ടായിട്ട് കാണിക്കുന്നില്ല, നിങ്ങൾ വർക്കിംഗ് നോട്ടായിട്ട് കാണിക്കുന്നത് തന്നെയാണ് നല്ലത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 114, a resolution shall be a special resolution when the votes cast in favor of the resolution, whether on show of hands, electronically or poll, by the members who being entitled to vote, either in person, by proxy or by postal ballot, required to be not less than 3 times of the number of the votes. മിനിമം 3 ഇരട്ടി വോട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ആ 3 ഇരട്ടി വോട്ട് എന്നുള്ളത് എങ്ങനെയൊക്കെ ആവാം? ഷോ ഓഫ് ഹാൻഡ്സ് വഴി വോട്ട് ചെയ്തതാകാം, ഇലക്ട്രോണിക്കലി വോട്ട് ചെയ്തതാകാം, പോൾ വഴി വോട്ട് ചെയ്തതാകാം, ഇൻ പേഴ്സണായിട്ട് അവർ വന്ന് വോട്ട് ചെയ്തതാകാം, പ്രോക്സി വഴി വോട്ട് ചെയ്തതാകാം, ഈവൻ പോസ്റ്റൽ ബാലറ്റ്. ഇതെല്ലാം നമ്മൾ കൂട്ടും. 3 ടൈംസ് നമുക്ക് ഫേവറബിൾ ആയിട്ട് കിട്ടണം. എങ്കിൽ മാത്രമാണ് SR പാസ്സാക്കിയതായിട്ട് കാണുള്ളൂ. ഞാൻ എന്തിനത് ഹൈലൈറ്റ് ചെയ്ത് ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കും, പ്രോക്സി വോട്ട് ഇതിനകത്ത് കൗണ്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡൗട്ട് വരും, കൂട്ടണോ, ഇലക്ട്രോണിക്കലി കൂട്ടണോ, പോസ്റ്റൽ ബാലറ്റ് കൂട്ടണോ? ഇതെല്ലാം വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അല്ലേ. ബൈ പേഴ്സൺ വരാം, പ്രോക്സി വഴി വോട്ട് ചെയ്യാം, പോസ്റ്റൽ ബാലറ്റ് വഴി വോട്ട് ചെയ്യാം എന്നൊക്കെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ അല്ലേ. സോ അങ്ങനെ വോട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. Thus, in terms of the requisite majority, votes cast in favor have to be compared with the votes cast against. Favorable ആയിട്ട് എത്ര വോട്ട് കിട്ടി, votes cast against it, അത് മാത്രം നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ. അബ്സ്റ്റനൻസ് ഓർ ഇൻവാലിഡ് വോട്ട്സ് ഇഫ് എനി ആർ നോട്ട് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അതായത് ആൾക്കാർ വോട്ട് ചെയ്തത് ഇൻവാലിഡായി പോയതോ ആൾക്കാർ വോട്ട് ചെയ്യാതിരുന്നതോ നിങ്ങൾ ആ ടോട്ടൽ നമ്പർ 3 ടൈംസ് കമ്പ്യൂട്ട് ചെയ്യാൻ നേരത്ത് എടുക്കരുത്. ഇൻവാലിഡ് ആയിട്ടുള്ള സംഭവം എടുക്കരുത്. വോട്ട് ചെയ്യാത്ത ആൾക്കാരുടെ ആ ഒരു പൊസിഷനും എടുക്കാൻ പാടില്ല. അക്കോർഡിംഗ്ലി ഇൻ ദ ഗിവൺ പ്രോബ്ലം, the votes cast in favor 15 being not more than 3 times of the votes cast against, therefore the decision of the chairman is not valid. 6 പേര് against ആയിട്ട് 15 പേര് ഫേവറബിൾ ആയിട്ട് 3 times of the votes ഫേവറബിൾ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ചെയർമാൻ്റെ കണ്ടൻഷൻ ശരിയാണോ, ശരിയല്ല. സോ ഇവിടെ നമ്മളൊന്ന് കമ്പ്യൂട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇതെടുക്കൂല, ഇതെടുക്കും, ഇത് 3 ടൈംസ് ആയിട്ടില്ല, ഒന്ന് കമ്പ്യൂട്ടേഷൻ വർക്കിംഗ് നോട്ടായിട്ട് കാണിക്കുന്നത് നല്ലതാണ്. ജസ്റ്റ് ബിക്കോസ് they have not shown doesn't mean that you need not show. വർക്കിംഗ് നോട്ട് ഇവിടെ കാണിക്കുന്നത് നല്ലതാണ്. ക്ലിയർ അല്ലേ? നല്ലൊരു കമ്പ്യൂട്ടേഷൻ ബേസ്ഡ് ക്വസ്റ്റൻ. ഇതൊക്കെ MCQ ഇടാനാണ് ചാൻസ്. ത്രീ ടൈംസ് വോട്ട്സ് എന്ന് പറയുമ്പോൾ 18 അല്ലേ? 18 വോട്ട്സ് കിട്ടണ്ടേ? 6 വോട്ട്സ് ആണ്. എഗൻസ്റ്റ് ആയിട്ടുള്ള വോട്ടിനേക്കാളും 3 ടൈംസ് കിട്ടണം. 6 വോട്ട്സ് ആണ് എഗൻസ്റ്റ് വന്നേക്കുന്നത്. സോ 3 × 6 18 വരണമായിരുന്നു. 15 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ചെയർമാൻ്റെ കണ്ടൻഷൻ ഇൻവാലിഡായി. അതാണ് കമ്പ്യൂട്ടേഷനായിട്ട് കാണിക്കേണ്ടത്. ഓക്കെ അല്ലേ?
നെക്സ്റ്റ് ക്വസ്റ്റനും സ്ഥിരമായിട്ട് LLP എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയതുകൊണ്ട് ഐ എം മാർക്കിംഗ് ഇറ്റ് ആസ് ഇമ്പോർട്ടൻറ്റ്. Amit and Priya are partners in XYZ LLP, a consulting firm. Recently, Priya moved to a new address but forgot to notify the LLP within the required period. Amit and Priya are partners LLP. അവർ പ്രിയ ഒരു അഡ്രസ് ചേഞ്ച് വരുത്തിയിട്ട് ഇത് LLPനെ അറിയിച്ചിട്ടില്ല. A month later, Amit's cousin Ramesh expressed interest in joining. So Ramesh എന്ന് പറയുന്ന പുതിയ ഒരാൾ അഡ്മിഷൻ വരുന്നു, പ്രിയയുടെ അഡ്രസ് ചേഞ്ചും വരുത്തുന്നു. He was accepted as a new partner. However, XYZ LLP did not immediately update the ROC regarding Priya's address change or Ramesh's admission as a partner. 2 months after Ramesh joined, the LLP filed a notice with ROC about these changes. Advised the LLP about the default on the part of the LLP about the non-compliance in respect of not informing the ROC about Priya's address change and Ramesh admission as a partner. എടാ, നമ്മുടെ പേരിന് ഒരു പാർട്ട്ണറിൻ്റെ പേരിലോ അഡ്രസ്സിലോ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണർ അത് ആ LLPനെ അറിയിക്കണം 15 ദിവസത്തിനുള്ളിൽ. എനി ചേഞ്ച് ഇൻ ദ നെയിം ഓർ ദ അഡ്രസ് ഓഫ് ദ പെർട്ടിക്കുലർ പാർട്ട്ണർ ഹാസ് ഇറ്റ് ടു ഇൻറ്റിമേറ്റ് ടു ദ LLP വിതിൻ എ പീരീഡ് ഓഫ് 15 days, 15 ദിവസത്തിനുള്ളിൽ. LLP ROCനെ 30 ദിവസത്തിനുള്ളിൽ അറിയിക്കണം, പേരിനകത്തോ അഡ്രസ്സിനകത്തോ ചേഞ്ച് ഉണ്ടെങ്കിൽ. പുതിയൊരു പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുവാണെങ്കിൽ അതും 30 ഡേയ്സിനുള്ളിൽ അറിയിക്കുക. സെസേഷൻ ആണെങ്കിലും 30 ഡേയ്സിനുള്ളിൽ അറിയിക്കുക. പുതിയ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുവാണെങ്കിൽ അയാളുടെ കൺസെൻറ്റും കൂടെ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ പ്രിസ്ക്രൈബ്ഡ് ഫീസ് വെച്ചിട്ടാണ് അറിയിക്കേണ്ടത്. ഇതൊരു ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഒപ്പിട്ടിട്ടും ഉണ്ടായിരിക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം, 2 നമ്പർ ഓഫ് ഡേയ്സിൻ്റെ കാര്യം ഇവിടെ പറയുന്നത്. പേരോ അഡ്രസ്സിനകത്തോ ചേഞ്ച് ഉണ്ടെങ്കിൽ പാർട്ട്ണർ LLP അറിയിക്കേണ്ടത് 15 ദിവസം. LLP ആ നെയിം ചേഞ്ച് അഡ്രസ് ചേഞ്ചിനെ പറ്റി ROCനെ അറിയിക്കേണ്ടത് 30 ഡേയ്സിനുള്ളിൽ. നോ, ഒരു പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുകയോ സീസ്ഡ് ആകുമോ സെസേഷൻ നടക്കുമോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ LLP ROCനെ അറിയിക്കേണ്ടത് 30 ഡേയ്സിനുള്ളിലാണ്. നോ, പ്രിസ്ക്രൈബ്ഡ് ഫോം പ്രിസ്ക്രൈബ്ഡ് ഫീസ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഒരു പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അയാളുടെ കൺസെൻറ്റും കൂടെ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്രിസ്ക്രൈബ്ഡ് ഫോം ഒരു ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഒത്തൻറ്റിക്കേറ്റ് ചെയ്യണം. ഇവിടെ 2 months കഴിഞ്ഞിട്ട് അറിയിച്ചേക്കുന്നത്, സോ ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ട്. അക്കോർഡിംഗ് ടു സെക്ഷൻ 25 ഓഫ് ദ LLP, every partner shall inform the LLP of any change in the name or the address within 15 days. അപ്പോൾ പാർട്ട്ണർ LLP അറിയിക്കണം, 15 ദിവസത്തിനുള്ളിൽ. ഇനി LLP ഒരു പാർട്ട്ണർ സീസ്ഡായി, ഒരു പാർട്ട്ണർ പുതിയ ഒരാൾ വന്നു, ROCനെ 30 ഡേയ്സിനുള്ളിൽ. നേരത്തെ പറഞ്ഞ ആ മോളി പറഞ്ഞ ആ ചേഞ്ച് ഇല്ലേ, പാർട്ട്ണർ LLP അറിയിക്കുന്നു. ദിസ് ഇസ് പാർട്ട്ണർ ഇൻറ്റിമേറ്റിംഗ് ടു LLP. ഈ B എന്ന് പറയുന്നത് LLP ROCനെ അറിയിക്കുന്നു. എത്ര ദിവസത്തിനുള്ളിലാണ്? 30 ഡേയ്സിനുള്ളിൽ. ഇനി ഇത് പ്രിസ്ക്രൈബ്ഡ് ഫോമിലാണ് നിങ്ങൾ അറിയിക്കേണ്ടത്, പ്രിസ്ക്രൈബ്ഡ് ഫീസ് വെച്ചിട്ട്. പ്രിസ്ക്രൈബ്ഡ് ഫോം പ്രിസ്ക്രൈബ്ഡ് ഫീസ് ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഒത്തൻറ്റിക്കേറ്റ് ചെയ്യണം. ഇൻകമിംഗ് പാർട്ട്ണർ ആണെങ്കിൽ അയാളുടെ ഒരു കൺസെൻറ്റും കൂടെ ഫയൽ ചെയ്യണം. സോ പ്രിയയുടെ അഡ്രസ് ചേഞ്ച് പ്രിയ അറിയിച്ചിട്ടില്ല, 15 ദിവസത്തിനുള്ളിൽ അറിയിച്ചിട്ടില്ല, പ്രിയയും അറിയിക്കണം. അതുകൂടാതെ LLPയും ROCനെ 30 ഡേയ്സിനുള്ളിൽ അറിയിക്കണം. 2 പേരും ഇവിടെ തെറ്റ് വരുത്തിയിട്ടുണ്ട്, 2 പേരും ഇൻ കംപ്ലയൻസ് അല്ല. നോ, രമേശിനെ പാർട്ട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്ത കാര്യം ആരാണ് അറിയിക്കേണ്ടത്? LLP ആണ് ROCനെ 30 ഡേയ്സിനുള്ളിൽ അറിയിക്കേണ്ടത്. അത് ഒത്തൻറ്റിക്കേറ്റ് ചെയ്യേണ്ടത് ഒരു ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറാണ്. അപ്പോൾ ഇവിടെ നോൺ കംപ്ലയൻസ് സംഭവിച്ചിട്ടുണ്ട്. മറക്കരുത്, 2 കാര്യങ്ങളും എഴുതിക്കോണം. പാർട്ട്ണർ LLP അറിയിക്കുന്നത് നെയിം ചേഞ്ച് അഡ്രസ് ചേഞ്ച്. LLP ROCനെ അറിയിക്കേണ്ടത് 30 ഡേയ്സ് ഓഫ് സച്ച് ചേഞ്ച്. ഒരു സെസേഷൻ അഡ്മിഷൻ 30 ഡേയ്സിനുള്ളിൽ LLP ROCനെ അറിയിക്കണം. പ്രിസ്ക്രൈബ്ഡ് ഫോം പ്രിസ്ക്രൈബ്ഡ് ഫീസിൽ. ഇൻകമ്മിങ് പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ കൺസെൻറ്റും കൂടെ വേണം നിങ്ങൾ ഫയൽ ചെയ്യാൻ. സ്ഥിരം ചോദിക്കുന്ന അതാണ് സെക്ഷൻ 25 ഓഫ് ദ LLP, നമ്പർ ഓഫ് ഡേയ്സ്. I hope you are able to recollect, revise everything. Okay, next one. What is external aid to interpretation? Explain how dictionary definitions are external aids to interpretation.
നമ്മുടെ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടിൻ്റെ ലാംഗ്വേജ് ആംബിഗ്വസ് ആണ്, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇൻറ്റേർണൽ എയ്ഡ് ഉപയോഗിച്ച് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ എയ്ഡുകൾ ഉപയോഗിക്കാം. ലൈക്ക് ഡിക്ഷണറി ഡെഫിനേഷൻസ് ഉപയോഗിക്കാം, ജുഡീഷ്യൽ പ്രസിഡൻസ് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ അതായത് അകത്തുനിന്ന് നമുക്കൊരു അകത്തുനിന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ടൈറ്റിൽ ഓഫ് ദ ആക്ട്, പ്രിയാമ്പിൾ, ഇതൊക്കെയാണ് നമ്മുടെ ഇൻറ്റേർണൽ എയ്ഡ്സ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നോ പ്രോബ്ലം, യു ടേക്ക് ദ ഹെൽപ്പ് ഓഫ് ദ external aid. So external aid are the factors that help in interpreting an act which have been given in the convenient nomenclature of the external aids to interpretation. Apart from the statute itself, there are many matters which may be taken into account when the statute is ambiguous. അപ്പോൾ നമ്മളുടെ ആക്ടോ സ്റ്റാറ്റ്യൂട്ടോ ആംബിഗ്വസ് ആണെങ്കിൽ വി ടേക്ക് ദ ഹെൽപ്പ് ഓഫ് എക്സ്റ്റേണൽ എയ്ഡ്. ഇൻറ്റേർണൽ എയ്ഡ് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കില്ല, നമ്മൾ പുറത്തെ ഹെൽപ്പ് എടുത്തിട്ടായിരിക്കും നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി ആക്ടുകൾ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഡിക്ഷണറി ഡെഫിനിഷൻ. നേരെ കയറി ഡിക്ഷണറി റെഫർ ചെയ്യല്ല, ആദ്യം നിങ്ങൾ നോക്കണം അതതായ ആക്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ. അതതായ ആക്ടിനകത്ത് ആ വേർഡിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു റെഫർ ദാറ്റ്. അതതായ ആക്ട് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ദ ഹെൽപ്പ് ഓഫ് ഡിക്ഷണറി. So dictionary definition is one of the external aids to interpretation. First we have to refer to the act. ആദ്യം നിങ്ങൾ ആക്ടാണ് റെഫർ ചെയ്യേണ്ടത്. To find out any particular word or expression is defined in, when we find that a word is not defined in the act, we may refer to the dictionary to find out the general sense in which the word is commonly understood. Act define ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ടിനെ തന്നെ റെഫർ ചെയ്യുക, ആ വേർഡ് മീനിങ് മനസ്സിലാക്കുക. ആക്ട് ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ you can refer the dictionary. However, in selecting one out of the several meanings of a word, we may take into consideration the context. ഡിക്ഷണറിക്കകത്ത് കണ്ടിട്ടില്ലേ 1, 2, 3, 4 മീനിങ് കൊടുത്തിട്ടുണ്ടാവും ഒരു വേർഡിന്. നിങ്ങളുടെ കണ്ടെക്സ്റ്റ് അനുസരിച്ച്, നിങ്ങളുടെ സർക്കംസ്റ്റാൻസ്, സിറ്റുവേഷൻ, ഫാക്ട്സ് ഓഫ് ദ കേസ് അനുസരിച്ചിട്ട് നിങ്ങൾ മീനിങ് എടുക്കാൻ ശ്രമിക്കുക. ഇറ്റ് ഇസ് ഫണ്ടമെൻ്റൽ റൂൾ ദാറ്റ് മീനിങ്സ് ഓഫ് ദ വേർഡ്സ് ആൻഡ് expression used in an act must take the color of the context in which they appear. Further, judicial decisions laying down the meaning of the words in construing statute in will have greater weight than meaning furnished by dictionary. ഏതെങ്കിലും ജുഡീഷ്യൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ കോടതി വിധികളിൽ, കേസ് ലോയ്ക്കകത്ത് ആ പറയുന്ന വാക്കിന് ഒരു പ്രത്യേകം അർത്ഥം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിക്ഷണറി ഡെഫിനിഷൻ നോക്കരുത്, ആ ജുഡീഷ്യൽ പ്രസിഡൻറ്റ് തന്നെ നിങ്ങൾ പോയി നോക്കണം. സോ ആദ്യമേ ആക്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ഡിക്ഷണറി നിങ്ങൾക്ക് റെഫർ ചെയ്യുക ആസ് ആൻ എക്സ്റ്റേണൽ എയ്ഡ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. ഡിക്ഷണറി ഡിഫൈൻ റെഫർ ചെയ്യാൻ നേരത്തും പല ഡെഫിനിഷൻസ് ഉണ്ടെങ്കിലും യൂസ് ദ കണ്ടെക്സ്റ്റ് ആൻഡ് ടേക്ക് ദ പെർട്ടിക്കുലർ മീനിങ്. ആ ജനറൽ സെൻസിൽ മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. നൗ ജുഡീഷ്യൽ പ്രസിഡൻറ്റിനകത്ത് ഒരു കേസ് ലോയ്ക്കകത്ത് ആ വേർഡ് ഇനി സ്പെസിഫിക്കലി ഈ വേർഡിന് ഈ കണ്ടെക്സ്റ്റിൽ ഇത് വരാൻ ഇതാണ് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡിക്ഷണറി ഡെഫിനിഷനും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. നേരെ പോയ ജുഡീഷ്യൽ ഡിസിഷൻ എന്താണോ അതിൻ്റെ അർത്ഥം എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ക്ലിയർ അല്ലേ? ഇന്ന് ഫോറിൻ ഡിസിഷൻസൊക്കെ എക്സ്റ്റേണൽ എയ്ഡിനകത്ത് ഇതും ഫോറിൻ ഡിസിഷൻസും ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. Going for the next one. Lotus Global Corporation is a company incorporated in Singapore. So, പുറത്താണ് ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്നത്. It's a foreign company. Its wholly owned Indian subsidiary Mido Limited intends to adopt a financial year different from the one prescribed in India. So, അതിനൊരു സബ്സിഡിയറി കമ്പനിയുണ്ട്, മീഡോ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. അവർക്കൊരു ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇയർ ഫോളോ ചെയ്യാനാണ് താല്പര്യം. ഇൻ ഓർഡർ ടു അലൈൻ വിത്ത് ദ CF കൺസോളിഡേറ്റഡ് അക്കൗണ്ട്സ് ഓഫ് ഇറ്റ്സ് പേരൻറ്റ് കമ്പനി പ്രിപ്പയർഡ് ഓവർസീസ്. അതിൻ്റെ പുറത്തേ ഉള്ള കമ്പനിയായിട്ട് CF കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് ഒരു അലൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് അവർ വേറൊരു ഫിനാൻഷ്യൽ ഇയർ. ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് മാർച്ച് ടു ഏപ്രിൽ, അത് അവർ ഏപ്രിൽ ടു മാർച്ച് എന്നുള്ള സംഭവം അവർ ഫോളോ ചെയ്യുന്നില്ല. ഒരു ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇയർ ഫോളോ ചെയ്യാൻ വേണ്ടി അവർ താല്പര്യപ്പെടുന്നു. എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ദാറ്റ് മീഡോ ലിമിറ്റഡ് മസ്റ്റ് ഫോളോ ടു ഇംപ്ലിമെൻറ്റ് സച്ച് ചേഞ്ച്. മീഡോ ലിമിറ്റഡ് ഇന്ത്യയിലുള്ള ഒരു കമ്പനിയാണല്ലോ, അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇയർ ഫോളോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? സൺറൈസ് എൻ്റർപ്രൈസ് ലിമിറ്റഡ് ഇസ് പ്ലാനിംഗ് ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് യൂസിംഗ് ദ സിംഗിൾ എൻട്രി സിസ്റ്റം ഇസ് സച്ച് എ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് പെർമിസിബിൾ അണ്ടർ ദ കമ്പനീസ് ആക്ട്. സിംഗിൾ എൻട്രി അക്കൗണ്ടിങ് സിസ്റ്റം അവർ വേറൊരു കമ്പനിയുടെ കാര്യമാണ് പറയുന്നത്. സൺറൈസ് എൻ്റർപ്രൈസ് എന്ന് വേറൊരു കമ്പനി, രണ്ട് ക്വസ്റ്റൻ ആണ്. സോ ഫസ്റ്റിനകത്ത് ഇഫ് യു ആർ എ ഹോൾഡിംഗ് സബ്സിഡിയറി അസോസിയേറ്റ് ഓഫ് എ ഫോറിൻ കമ്പനി, നിങ്ങളൊരു ഫോറിൻ കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയോ സബ്സിഡിയറി കമ്പനിയോ അസോസിയേറ്റ് കമ്പനിയോ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇയർ ഫോളോ ചെയ്യാനായിട്ട് ലോ പെർമിഷൻ തരുന്നുണ്ട്.
provided you make an application to the central government. Central government gives an approval for the same. CGക്ക് അപ്രൂവലിന് കൊടുത്ത ആപ്ലിക്കേഷൻ കൊടുത്ത അപ്രൂവൽ കിട്ടുവാണെങ്കിൽ ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇയർ ഫോളോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പ്രൊവൈഡഡ് യു ആർ എ ഹോൾഡിംഗ് സബ്സിഡിയറി ഓർ അസോസിയേറ്റ് ഓഫ് എ ഫോറിൻ കമ്പനി. ഇവിടെ സബ്സിഡറി ബന്ധം വരുന്നുണ്ട്. സോ യു ക്യാൻ ഫോളോ എ ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ പ്രൊവൈഡഡ് യു മേക്ക് എൻ ആപ്ലിക്കേഷൻ ടു ദ CG ആൻഡ് CG ഗിവ്സ് എൻ അപ്രൂവൽ ഫോർ ദ സെയിം. രണ്ടാമത്തെ കേസിനകത്ത് അവർ വേറൊരു കമ്പനിയുടെ കാര്യം പറയുന്നത് സൺറൈസ് എൻ്റർപ്രൈസ് ലിമിറ്റഡ്. അവരൊരു അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ താല്പര്യപ്പെടുന്നു. നോ, അക്രൂവൽ ബേസിസിൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ മാത്രമേ നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ടിങ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ സിംഗിൾ എൻട്രി സിസ്റ്റം ഇസ് നോട്ട് പെർമിറ്റഡ്. Where an application is made by a company or a body corporate which is a holding subsidiary associate of a foreign company which is required to follow different financial year for the purpose of consolidation, the central government may, on the basis of the application in the form and manner prescribed, allow any period as its financial year, whether or not that period is a year. Meadow Limited is advised to follow the above prescribed procedure. So either you should be a holding subsidiary associate of a foreign company, which is done. You have to make an application to the central government in the prescribed form along with the prescribed fees. And if the central government gives an approval, yes, Meadow Limited can follow different financial year for the purpose of consolidated financial statement. അതൊരു ഫുൾ ഇയർ അല്ലെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല. സൺറൈസിന് പറ്റൂല. ഇത് വേറെ ക്വസ്റ്റനാണ്. സെക്ഷൻ 128 പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സോ ബുക്സ് പേപ്പർ FS ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ട്രൂ ആൻഡ് ഫെയർ വ്യൂവിന് വേണ്ടിയിട്ടാണ്. അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്രൂവൽ ബേസിസിലായിരിക്കണം, ഡബിൾ എൻട്രി സിസ്റ്റം ആയിരിക്കണം. സിംഗിൾ എൻട്രി സിസ്റ്റം പെർമിറ്റഡ് അല്ല. സിംഗിൾ എൻട്രി സിസ്റ്റം ഇസ് നോട്ട് പെർമിറ്റഡ്. എളുപ്പമുള്ളൊരു ക്വസ്റ്റനായിരുന്നു. ക്ലിയർ അല്ലേ? Any doubt you can ask. ഇതൊക്കെ ഒരു റിവിഷനാണ്. ഓൾ ദീസ് വിൽ കം അണ്ടർ ദ റിവിഷൻ. ഒരു പഠിച്ച കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് റിവിഷൻ പോലെ ഓർത്തെടുക്കാൻ പറ്റും. Okay, next question market is important. Airbrush Limited, foreign company without establishing a place of business in India. ഒരു ഫോറിൻ കമ്പനിയാണ്. അവർക്ക് ഇന്ത്യയിൽ പ്ലേസ് ഓഫ് ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശമില്ല. പ്രപ്പോസസ് ടു ഇഷ്യൂ എ പ്രോസ്പെക്ടസ് ഫോർ സബ്സ്ക്രിപ്ഷൻ സെക്യൂരിറ്റീസ് ഇൻ ഇന്ത്യ. Being a consultant of the company, advise on the procedure of such a issue of prospectus by Abroad Limited. സോ വേറൊരു കമ്പനിക്ക്, ഒരു ഫോറിൻ കമ്പനിയാണ് പ്ലേസ് ഓഫ് ബിസിനസ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഫോറിൻ കമ്പനി സെക്യൂരിറ്റീസ് ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് അവർ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതിൻ്റെ ഒരു കോപ്പി, അതിൻ്റെ ഡെലിവറി ഫോർ രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ആ പറയുന്നതിൻ്റെ കോപ്പി അപ്രൂവ്ഡ് ബൈ ദ മാനേജിംഗ് ബോഡി ആയിരിക്കണം. ചെയർപേഴ്സൺ ഒപ്പിട്ടിട്ടുണ്ടായിരിക്കണം, 2 ഡയറക്ടേഴ്സ് ഒപ്പിട്ടിട്ടുണ്ടായിരിക്കണം. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഓൾ അതർ ഡോക്യുമെൻറ്റ്സ് ആസ് പെർ ദ റൂൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫേസ് ഓഫ് ദ പ്രോസ്പെക്ടസിനകത്ത് കുറച്ച് കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കംപ്ലൈ ചെയ്യുവാണെങ്കിൽ ഒരു ഫോറിൻ കമ്പനിക്ക് ഇന്ത്യയിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇഫ് ദേ ആർ intending to offer securities in India, they can do it. As per section 389, no person shall issue or circulate or distribute in India any prospectus offering for subscription securities, whether the company has or will not establish a place of business in India. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി, a foreign company, whether or not it has a place of business in India, cannot issue prospectus unless a copy certified by the chairperson and 2 other directors having approved by the resolution of the managing body has been delivered for registration. അപ്പോൾ ആ പറയുന്ന പ്രോസ്പെക്ടസിൻ്റെ കോപ്പി ഡെലിവറി ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ ഒരു കോപ്പി ഡെലിവറി ചെയ്തിട്ടുണ്ടായിരിക്കണം മാനേജിംഗ് ബോഡിക്ക്, സർട്ടിഫൈഡ് ആയിരിക്കണം ബൈ ദ ചെയർപേഴ്സൺ ആസ് വെൽ ആസ് 2 ഡയറക്ടേഴ്സ്. അതുപോലെ അതിൻ്റെ ഫേസിനകത്ത് സ്റ്റേറ്റ് ചെയ്യണം ഇറ്റ് ഇസ് സോ ഡെലിവേർഡ്
ആൻഡ് എന്തൊക്കെയാണോ സെക്ഷൻ 388 പറഞ്ഞേക്കുന്നത് അതെല്ലാ കൺസേണും എൻഡോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. വേറെ എന്തൊക്കെ റൂൾ ലെവലിനകത്ത് പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ അതൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതൊക്കെ കംപ്ലൈ ചെയ്യുവാണെങ്കിൽ അവർക്ക് പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിലും പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലെങ്കിലും അവർക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് സെക്യൂരിറ്റീസ് ഇന്ത്യയിൽ കൊടുക്കാം. ഇവിടെ 4 കാര്യങ്ങളാണ് പറയുന്നത്. ആ 4 കാര്യങ്ങളും വന്നിട്ടുണ്ടായിരിക്കണം. ദിസ് ഇസ് നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4. 4 കാര്യങ്ങളാണ്. ആ 4 കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഓക്കെ, യു ക്യാൻ ഗോ ഹെഡ് വിത്ത് ഇറ്റ്. നിങ്ങളവിടെ കൺഫ്യൂസ്ഡ് ആവുന്നത് ഇന്ത്യയിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലല്ലോ. ഇന്ത്യയിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ മോളി പറയുന്നുണ്ട്. വെദർ ഓർ നോട്ട് യു ഹാവ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ, വെദർ ഓർ നോട്ട് യു ഹാവ് എൻ ഇൻറ്റൻഷൻ ടു ഹാവ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ, അതൊക്കെ റിലവൻ്റ് ആണ്. ഡൺ. The last one of the description part. Under a certain act, an offence is stated to be punishable with imprisonment. ഒരു ആക്ടിനകത്ത് പറഞ്ഞേക്കാണ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ വാട്ട് ദ ടേം ഇംപ്രിസൺമെൻറ്റ് മീൻസ് ആസ് പെർ ദ ജനറൽ ക്ലോസ് ആക്ട് ആൻഡ് സ്റ്റേറ്റ് ദ ടൈപ്സ് ഓഫ് ഇംപ്രിസൺമെൻറ്റ് ദാറ്റ് എ കോർട്ട് മേ അവോർഡ്. ജനറൽ ക്ലോസ് ആക്ട് വിട്ടുപോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇതും കൂടി ഒരു എക്സ്ട്രാ ക്വസ്റ്റൻ ആയിട്ട് വായിച്ചു. മാർക്കറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. എടാ ഇംപ്രിസൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തടവ്. അതപ്പോൾ നിങ്ങൾക്ക് ഇംപ്രിസൺമെൻറ്റ് 2 രീതിയിലുണ്ട്. റിഗറസ് ആയിട്ടുള്ള ഇംപ്രിസൺമെൻറ്റും ഉണ്ട്, സിമ്പിൾ ഇംപ്രിസൺമെൻറ്റും ഉണ്ട്. റിഗറസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് ലേബർ, ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു മാനുവൽ ലേബർ അവരോട് ചെയ്യാൻ വേണ്ടി പറയും. സിമ്പിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹാർഡ് മാനുവൽ ലേബർ ഒന്നും ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. നിങ്ങൾക്ക് മറ്റേ പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻ്റ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനും അടയ്ക്കേണ്ടതായിട്ട് വരും, ഇംപ്രിസൺമെൻറ്റും വരും. അപ്പോൾ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങൾ എന്ത് തരത്തിലുള്ള ഒഫൻസാണ് കമ്മിറ്റ് ചെയ്തത്, വാട്ട് ഈസ് എ നേച്ചർ, എന്താണ് സർക്കംസ്റ്റാൻസ് ഓഫ് ദ കേസ്, എന്തുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു ജുഡീഷ്യൽ ഡിസിഷൻ വന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും അവർ വിത്ത് ഇംപ്രിസൺമെൻറ്റ് കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക. എന്നിട്ടായിരിക്കും ഇംപ്രിസൺമെൻറ്റിൽ തന്നെ റിഗറസ് കൊടുക്കണോ സിമ്പിൾ കൊടുക്കണോ എന്ന് അവരൊരു തീരുമാനത്തിലോട്ട് എത്തുക. As per 3 clause 27, the term imprisonment means imprisonment of either description as defined under the Indian Penal Code. Rigorous imprisonment ഉണ്ട് with hard labor. Hard manual labor അവിടെ included ആണ്. Simple imprisonment എന്ന് പറഞ്ഞാൽ without hard labor. Therefore, when an act provides that an offence is punishable with imprisonment, the court may at its discretion award either rigorous or simple. അത് കോർട്ടിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. അതിൻ്റെ നേച്ചർ ഓഫ് ദ കേസ് നോക്കും, സർക്കംസ്റ്റാൻസ് നോക്കും. ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് വിത്ത് ഫൈൻ വിത്ത് ഇംപ്രിസൺമെൻറ്റ് വേണോ, ഇംപ്രിസൺമെൻറ്റ് വേണോ റിഗറസ് ആയിരിക്കണോ സിമ്പിൾ ആയിരിക്കണോ എന്നൊക്കെ തീരുമാനിക്കുക. ക്ലിയർ അല്ലേ? ഇതും അങ്ങനെ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റൻ ഒന്നുമല്ല, സിൻസ് ഇറ്റ് കെയിം ഇൻ ദ MTP. പേഴ്സണലി സജസ്റ്റിംഗ് ദാറ്റ് യു ഗോ ത്രൂ ദിസ്. Okay, so we will have a small break and then we will start with MCQ. നമ്മൾ MCQ ആണല്ലോ കഴിഞ്ഞ പ്രാവശ്യം പെടുത്തിയത്. സോ മാക്സിമം MCQ സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇൻറ്റൻഷൻ. വി വിൽ സ്റ്റാർട്ട് ബൈ 6:10.
Okay, so let us start. MCQ ആണ്. As usual, we'll read the question and then we'll come to the story. കുറേ നമ്മൾ വേണ്ടിയതും വേണ്ടാത്തതും കുറേ ഇൻഫർമേഷൻസ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. The case scenario states the directors of Green Wave Beverages Private Limited decided to reward and motivate the top 10 employees. Top 10 employeesനെ ഈ കമ്പനി റിവാർഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. Of the product development team and marketing team who contributed significantly into the success of the company and made available rights in the nature of IPR by issuing 5 lakh equity shares for consideration other than cash. So employees in IPR available ആക്കി കൊടുത്തതിന് sweat equity ആണ് അവിടെ applicable ആവുക. IPR എന്ന് പറയുമ്പോൾ തന്നെ you are required to choose a correct option from the those stated below as to whether said sweat equity share shall be subject to lock-in or non-transferable for any specified period. Sweat equity ക്ക് അകത്ത് lock-in period applicable ആണോ അല്ലയോ എന്നാണ് നമ്മൾ ആ കേസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. The above case scenario states that the Green Wave Beverage Private Limited needs a fresh dose of additional capital for production marketing of newly developed health drinks. Additional capital ആവശ്യമുണ്ട് and for that purpose it issued 50 lakh equity shares of 10 each through private placement to the existing shareholders which were duly allotted. Private placement വഴി shares issue ചെയ്യുന്നു, fund collect ചെയ്യുന്നു. Select the appropriate option for those who given below as to what is the maximum permissible time period within which equity shares must have been allotted to the existing shareholders after the receipt of application money. Application money receive ചെയ്തിട്ട് എത്ര ദിവസത്തിനുള്ളിലായിരുന്നു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി മേടിച്ച പൈസ അലോട്ട്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. According to the case scenario, Green Wave Beverages Private Limited issued 5 lakh sweat equity shares to the top 10 employees of the product development team and marketing team for consideration other than cash after passing the specified resolution. അവർ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്ത സമയത്ത് സ്പെസിഫൈഡ് റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടാണ് ഇഷ്യൂ ചെയ്തത്. യു ആർ റിക്വയർഡ് ടു ചൂസ് എ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദോസ് മെൻഷൻ ബിലോ ആസ് ടു വിതിൻ എ പീരിയഡ് ഓഫ് ഹൗ മെനി മന്ത്സ് അലോട്ട്മെന്റ് ഓഫ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് മസ്റ്റ് ബി മെയ്ഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് പാസിംഗ് ദ സ്പെസിഫൈഡ് റെസൊല്യൂഷൻ വിച്ച് ഓതറൈസസ് സെഡ് ഇഷ്യൂ ഇഫ് ദ അലോട്ട്മെന്റ് ഇസ് നോട്ട് മെയ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇറ്റ്സ് പാസിംഗ്. ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് വേണം സ്വെറ്റ് ഇക്വിറ്റി ഇഷ്യൂ ചെയ്യാൻ, വിച്ച് ഇസ് SR ഉള്ളി. അത് പാസ്സാക്കിയിട്ട് എത്ര ദിവസത്തിനുള്ളിലാണ് അലോട്ട്മെന്റ് കംപ്ലീറ്റ്, ഇമ്മീഡിയറ്റ്ലി ചെയ്യുന്നില്ലെങ്കിൽ എത്ര നാളിനുള്ളിൽ റെസൊല്യൂഷൻ പാസ്സാക്കി അലോട്ട്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. According to the case scenario, Green Wave Beverages Private Limited established its 6th branch in Lisbon, Portugal after establishing first 5 Indian branches in a row. അപ്പോൾ 5 ഇന്ത്യൻ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ലിസ്ബൺ പോർച്ചുഗലിലൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആസ് റിഗാർഡ്സ് ഓഡിറ്റിംഗ് the accounts of the present overseas branch who according to you is authorized to audit the accounts of the foreign branch as per the applicable provision. Choose the correct options from the stated below. അപ്പോൾ ഈ പറയുന്ന ഫോറിൻ ബ്രാഞ്ച് ആർക്കാണ് ഓഡിറ്റ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ളത്? ഇന്ത്യയിൽ അവർക്ക് ബ്രാഞ്ച് ഉണ്ട്, അവർക്ക് ലിസ്ബണിലും പോർച്ചുഗലിലും ഉണ്ട്. അത് ആർക്കാണ് അതിൻ്റെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? It is evident that Green Wave Beverages Private Limited issued 5 lakh sweat equity shares for consideration other than cash to the top 10 employees of the product development team and marketing team. Keeping in view of the applicable provision, you are required to select the apt answer from the options given below as to when the holders of these sweat equity shares shall rank pari passu with other equity shareholders. Shall rank pari passu എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്വെറ്റ് ഇക്വിറ്റി വഴി കിട്ടിയ ആൾക്കാർക്കും ബാക്കിയുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും ഉള്ള റൈറ്റ് എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്വെറ്റ് ഇക്വിറ്റി ബേസ് ചെയ്ത് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഗ്രീൻ വേവ് ബെവറേജ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇത് കഥ കുറേ ഉണ്ടാവും. നമ്മൾ വേണ്ട ഇൻഫർമേഷൻസ് നമ്മുടെ തലയിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം മാർക്ക് ചെയ്താൽ മതി. ഗ്രീൻ വേവ് ബെവറേജസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻകോപ്പറേറ്റഡ് ബൈ അർജുൻ ആൻഡ് കബീർ ആണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ 30 crore ആണ്. രജിസ്റ്റേർഡ് ഓഫീസ് മധ്യപ്രദേശ്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഇത്ര. 102 ഷെയർ ഹോൾഡേഴ്സ് ആണ്. With quality and taste. Its presence were not only in the city of Indore but also in Gwalior, neighbouring areas through its variety of products. കുറേ പ്രൊഡക്ട്സിനെ പറ്റി പറയുന്നു. ലയബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് എ ടേം ലോൺ ഉണ്ട്. കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ ലയബിലിറ്റി ടേം ലോൺ ആയിട്ടുണ്ട്. ബോത്ത് പ്രിൻസിപ്പൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് ക്വൈറ്റ് റെഗുലർ, സ്റ്റുഡ് അറ്റ് 10 crore. അത്രയാണ് അവർ ടേം ലോൺ വന്നേക്കുന്നത്. കണ്ടോ, ചുമ്മാ വായിച്ച് വിടാവുള്ളൂ. നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻ ആവശ്യമുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കുന്നില്ല. Anticipating robust future trends, Arjun and Kabir holding the office of MD, whole-time director respectively. ഇവർ MD and WTD ആണ്. 2 other directors ഉണ്ട്, നിഷ ആൻഡ് റിയ. രണ്ടുപേരുടെയും വൈഫാണ്. Launching a new line of health-oriented drinks after positive market feedback. The same was discussed with the product development team, marketing team. Product development team was successful in creating a new health drink. Use of testing methods. New health drink met the high standards. ഓൾസോ ഹെൽപ്ഫുൾ ആയിരുന്നു മാർക്കറ്റിംഗ് ടീം ത്രൂ ഔട്ട് ദ കൺട്രി ഫോർ ദ ന്യൂ ഹെൽത്ത് ഡ്രിങ്ക്. അവർ 2 ഭാര്യമാരും കൂടെ കൂടിയിട്ട് ന്യൂ ഹെൽത്ത് ഡ്രിങ്ക് അവർ ലോഞ്ച് ചെയ്തു. ആസ് എ കമ്പനി നീഡഡ് എ ഫ്രഷ് ഡോസ് ഓഫ് അഡീഷണൽ ക്യാപിറ്റൽ. അപ്പോൾ ഇതിനു വേണ്ടി അവർക്ക് അഡീഷണൽ ക്യാപിറ്റൽ വേണ്ടായിരുന്നു. പുതിയ ഹെൽത്ത് ഡ്രിങ്ക് പുതിയ ലൈനിലോട്ടല്ല ഇറങ്ങിയത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പുതിയ ഇക്വിറ്റി ഷെയർസ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി, നമ്മുടെ ക്വസ്റ്റ്യൻ കിടപ്പുണ്ടല്ലോ, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി ഇഷ്യൂ ചെയ്യുന്നത്. വിത്ത് ദ ഇൻഫ്യൂഷൻ ഓഫ് ഫർദർ ക്യാപിറ്റൽ, പ്രൊഡക്ഷൻ ഓഫ് ഹെൽത്ത് ഡ്രിങ്ക്സ് കെയിം സ്വിഫ്റ്റ്ലി ഇൻ ടു ആക്ഷൻ ആസ് എക്സ്പെക്റ്റഡ്. മാർക്കറ്റിംഗ് ടീം ഡെവലപ്പ് ചെയ്തു, മാർക്കറ്റ് പ്രസൻസ് കൊണ്ടുവന്നു, ടേൺ ഓവർ കൂടി. ഡയറക്ടേഴ്സ് ഓഫ് ഗ്രീൻ വേവ് ബിവറേജസ് ഡിസൈഡ് ടു റിവാർഡ് ആൻഡ് മോട്ടിവേറ്റ് ദ ടോപ്പ്. ഇതിന് വേണ്ടിയിട്ടാണ് അവർ മറ്റേ സ്വെറ്റ് ഇക്വിറ്റി കൊടുക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കുന്നത്. ന്യൂ ലൈനും സക്സസ്ഫുള്ളായി, ഹെൽത്ത് ഡ്രിങ്ക്. കമ്പനി 5 lakhs സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് കൊടുക്കുന്നു. ഫേസ് വാല്യൂ ഇത്ര. 50,000 ഷെയർസ് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ആണ്. സ്പെസിഫൈഡ് SR പാസ്സാക്കി. ഇതൊക്കെ കഥയാണ്. ദിസ് നോട്ട് എംപ്ലോയീസ് ആർ, ഇതൊക്കെ ചുമ്മാ കഥ കൊടുത്തേക്കുന്നുണ്ടോ. The graph of success went on rising day by day, soaring demand ഒക്കെ കൂടി. Branch managers of these branch were able to handle all these branches. Welcoming response ആണ്. ഇത് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ അവർ ഓവർസീസ് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഇലക്ട്രോണിക് മോഡിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബാക്കപ്പ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. അത് സെർവർ ഫിസിക്കലി ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യയിൽ അതിൻ്റെ എല്ലാ ബാക്കപ്പും അവൈലബിൾ ആണ്. ഓഡിറ്റേഴ്സ് ദേശ്പാണ്ഡെ ആൻഡ് അസോസിയേറ്റ്സ് ആണ്. ഡ്യൂലി അവർ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ക്വസ്റ്റിനകത്ത് കിടപ്പുണ്ട് ഓഡിറ്റിൻ്റെ കാര്യം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആഡിക്വേറ്റ് IFC ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നു ROCയുടെ അടുത്ത്. മുകളിൽ പറഞ്ഞേക്കുന്ന ഇൻഫർമേഷൻ പ്രകാരം ചെയ്യണ്ട. വെറുതെ കുറേ കഥ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ചിലിറങ്ങി വീണ്ടും ആ കഥയ്ക്ക് വേണ്ടി എത്ര സമയം കളയുമെന്നറിയോ. ദാറ്റ് ഈസ് വൈ ഐ കീപ് ടെലിങ് യു, റീഡ് ദ സ്റ്റോറി, റീഡ് ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ബിഫോർ യു റീഡ് ദ സ്റ്റോറി. ഓക്കെ. നോ, ഇവരിവിടെ പറയുന്നുണ്ട് ഡയറക്ടേഴ്സ് മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അവർ പുതിയ ലൈൻ, അപ്പോൾ ഭാര്യമാരെല്ലാം കൂടെ വെച്ചിട്ട് അവരൊരു ഹെൽത്ത് ഡ്രിങ്കിലോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് സക്സസ്ഫുൾ ആയല്ലോ. അതിനാണല്ലോ അവർ IPR എടുത്ത് കൊടുത്തതിനൊക്കെ ആണല്ലോ അവർ മറ്റേ ഇത് കൊടുക്കുന്നത്, സ്വെറ്റ് ഇക്വിറ്റി കൊടുക്കുന്നത്. അപ്പോൾ യു ആർ റിക്വയർഡ് ടു ചൂസ് എ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദോസ് സ്റ്റേറ്റഡ് ബിലോ ആസ് ടു വെദർ സെറ്റ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ഷാൽ ബി സബ്ജക്ട് ടു ലോക്ക് ഇൻ പീരിയഡ്. ഓക്കെ, ദ 5 lakhs സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് മെൻ അലോട്ടഡ് ടു ടോപ്പ് എംപ്ലോയീസ് ഓഫ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ടീം ഷാൽ നോട്ട് സബ്ജക്ട് ടു ലോക്ക് ഇൻ. പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഷാൽ ബി സബ്ജക്റ്റ് ഫോർ എ പീരീഡ്. കറക്റ്റ്. സ്വെറ്റ് ഇക്വിറ്റി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലോക്ക് ഫോർ എ പീരീഡ് ഓഫ് 3 years ആണ്. 3 years ആണ്. 4 year 5 year ഒക്കെ തെറ്റാണ്. 3 year is എ കറക്റ്റ് ആൻസർ. ദാ ഓപ്ഷൻ B ഇസ് എ കറക്റ്റ് ആൻസർ. നൗ ദ എബോ കേസ് സെനാരിയോ, അവർ അഡീഷണൽ ക്യാപിറ്റൽ റേസ് ചെയ്തല്ലോ, പുതിയ ബിസിനസ്സിന് വേണ്ടി അഡീഷണൽ ക്യാപിറ്റൽ റേസ് ചെയ്തായിരുന്നു. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴിയായിരുന്നു. മാക്സിമം ടൈം പീരീഡ് വിതിൻ വിച്ച് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് മസ്റ്റ് ഹാവ് ബീൻ അലോട്ടഡ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആഫ്റ്റർ ദ റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ മണി. ആപ്ലിക്കേഷൻ മണി കിട്ടിയിട്ട് എത്ര ദിവസത്തിനുള്ളിൽ ചെയ്യാനായിരുന്നു? പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ആകുമ്പോൾ 60 days ചെയ്യേണ്ടത്. ദാ 60 days. മറ്റേത് 15 ആണ്, 90 ആണ്, 30 ആണ്. തെറ്റാണ്, 60 days. സോ ഓപ്ഷൻ ഇസ് A. നിങ്ങൾ അഡീഷണൽ ക്യാപിറ്റൽ റേസ് ചെയ്തു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി, അതിൻ്റെ അലോട്ട്മെൻറ്റ് നിങ്ങൾ നടത്തുന്നത് വിതിൻ എ പീരീഡ് ഓഫ് 60 days ആണ്. 60. According to the case scenario, Green Wave Beverages Private Limited, 5 lakh equity shares to the top 10 employees of the product development team. You are required to choose a correct option. Allotment of said equity shares must be made from the date of specified resolution which authorizes said issue if the allotment is not made immediately after passing. ഞാൻ പറഞ്ഞില്ലേ, സ്വെറ്റ് ഇക്വിറ്റിയുടെ സമയത്ത് പാസ്സാക്കേണ്ട റെസൊല്യൂഷൻ ഏതാണ്? നമ്മുടെ SR ആണ്. SR പാസ്സാക്കി എത്ര ദിവസത്തിനുള്ളിലാണ് ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ 12 മാസത്തിനുള്ളിലാണ്. First one is 3 months, second one is 12 months. Third one is 6 months, 9 months. ദാ B ആണ് ആൻസർ, 12 months. നിങ്ങൾ സ്വെറ്റ് ഇക്വിറ്റി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പാസ്സാക്കുന്ന റെസൊല്യൂഷൻ സ്പെഷ്യൽ റെസൊല്യൂഷനാണ്. അതും വേണമെങ്കിൽ MCQ ആയിട്ട് ചോദിക്കാം. ഞാൻ പറയാം 2 S വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ SR, എക്സാമിന് ഡൗട്ട് വരാതിരിക്കാനായിട്ടാട്ടോ. SR പാസ്സാക്കി 12 മാസത്തിനുള്ളിൽ നിങ്ങൾ സ്വെറ്റ് ഇക്വിറ്റി ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. അക്കോർഡിംഗ് ടു ദ കേസ് സെനാരിയോ, ഗ്രീൻ വേവ് ബെവറേജസ് പ്രൈവറ്റ് ലിമിറ്റഡ് എസ്റ്റാബ്ലിഷ് 6th ബ്രാഞ്ച് അവർ ഫോറിനിൽ സ്റ്റാർട്ട് ചെയ്തു. ആരാണ് ഓഡിറ്റ് ചെയ്യേണ്ടതെന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ അവർക്ക് ഒന്നെങ്കിൽ ദേശ്പാണ്ഡെ അല്ലേ അവർ ഓഡിറ്റർ, അവർക്ക് തന്നെ ചെയ്യാം. ഓർ എനി അതർ പേഴ്സൺ ഡ്യൂലി ഓതറൈസ്, ആ കൺട്രിയിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് വേണമെങ്കിലും ചെയ്യാം. ഫസ്റ്റ് വൺ ദേശ്പാണ്ഡെക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാണ് പറയണേ. Option B is the correct one. Auditing of the 6th branch, Lisbon by Green Wave Limited, company's auditor of R.K. Deshpande or an accountant or any other person qualified to act as an auditor of the branch office in accordance with the laws of the Portugal is authorized to audit its accounts. B is the correct one. B ആണ് correct.
ഒന്നെങ്കിൽ നമ്മുടെ തന്നെ ഓഡിറ്ററിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഡിറ്ററിനോ ഓർ എനി അതർ പേഴ്സൺ ഓതറൈസ്ഡ് ആണ്. സോ ബി ഇസ് എ കറക്റ്റ് ഓപ്ഷൻ. It is evident that Greenwave Beverages Private Limited issued 5 lakh equity shares for consideration other than cash to the top 10 employees of the product development team and marketing team. Option below, as to the holders of these equity shares shall rank pari passu with the other equity shareholders. അവർ ഷാൽ റാങ്ക് പാരി പാസും ആണ്. അതായത് എന്നാണോ അലോട്ട് ചെയ്ത് കിട്ടുന്നത് സാധാരണ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്തൊക്കെ റൈറ്റ് ഉണ്ടോ അതൊക്കെ സ്പെറ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. Only after the expiry of 3 years, only after the expiry of 4 years, immediately or after expiry 5 years, immediately. അവർക്ക് ഷെയർ അലോട്ട് ചെയ്ത് കിട്ടുമ്പോൾ തന്നെ അവർക്ക് ബാക്കിയുള്ള ഷെയർ ഹോൾഡേഴ്സിനെ പോലെ തന്നെ ഈക്വൽ റൈറ്റ്സ് ആണ് കിട്ടുന്നത് ഇമ്മീഡിയറ്റ്ലി. അല്ലാണ്ട് 3 വർഷം എന്ന് പറഞ്ഞാൽ ലോക്ക് ഇൻ പീരീഡാണ്. എടാ എംപ്ലോയി, നിനക്കത് അലോട്ട് ചെയ്ത് കിട്ടി, നീ ഇമ്മീഡിയറ്റ്ലി പുറത്തത് വിൽക്കരുത്, നിൻ്റെ കയ്യിൽ 3 വർഷം വെച്ചേക്കണം, അതാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ നിനക്ക് അലോട്ട്മെൻറ്റ് ചെയ്ത് തരേണ്ടത് SR പാസ്സാക്കി 12 മാസത്തിൽ എപ്പോൾ വേണേലുമാണ്. ദ മൊമെൻറ്റ് യു ഗെറ്റ് ദ അലോട്ട്മെൻറ്റ് അന്ന് തൊട്ട് യു ആർ റാങ്കിങ് പാരിപാസ് വിത്ത് അതർ. അതായത് എന്നാണോ നിനക്ക് സ്പെറ്റ് ഇക്വിറ്റി അലോട്ട് ചെയ്ത് കിട്ടുന്നത് അന്ന് തൊട്ട് ബാക്കിയുള്ള എല്ലാ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റൈറ്റും നിനക്കും കിട്ടും. സോ ഇറ്റ്സ് ഇമ്മീഡിയറ്റ്ലി. ലോക്ക് ഇൻ പീരീഡ് എന്ന് പറഞ്ഞാൽ പുറത്ത് ട്രാൻസ്ഫർ ചെയ്യരുത് ഫോർ എ പീരീഡ് ഓഫ് 3 years. എളുപ്പമല്ലേ? ഇറ്റ്സ് ക്ലിയർ. ഇതിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് വൺ. കഥ വായിക്കാം. When Amit joined New Education Innovators Limited, he discovered that key complaints filing, including the annual return, statement of account and solvency, were pending. So, LLPയുടെ ARM accounts and solvency pending ആണ്. Amit's liability എന്താണ്? As a newly admitted partner, Amitൻ്റെ liability എന്താണ്? In the light of Amit's concern about the pending complaints filing, which of the following best describes the responsibility of the partners in the New Education Innovators regarding complaints? അപ്പോൾ ബാക്കിയുള്ള പാർട്ട്നേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? Suppose in the given scenario, New Education Innovators LLP fails to file the statement of accounts and solvency or annual return for any 5 consecutive financial year. Which of the following could occur? 5 വർഷത്തേക്ക് ആനുവൽ റിട്ടേണും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസിയും ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നം എന്തൊക്കെ? കഥ വായിക്കാം. Ramneek and Madhu, 2 young entrepreneurs, founded New Education Innovators LLP with a focus on providing digital education solution. Ramneek provided technical expertise while Madhu managed the business operation. According to LLP agreement, both contributed equally and shared profits equally. Okay. After 2 years of the growth, they decided to admit Amit, industry expert ആണ്, to expand their reach. Additional capital കൊണ്ടുവരാം എന്ന് പറഞ്ഞു and bring industry contract. ഞാൻ ക്യാപിറ്റലും കൊണ്ടുവരാം, ഇൻഡസ്ട്രിയിലുള്ള കോൺടാക്റ്റുകളും കൊണ്ടുവരാം. However, shortly after joining, Amit discovered that certain key complaints filing, including the Form 11, were pending. ജോയിൻ ചെയ്തതിന് ശേഷം അമിത് മനസ്സിലാക്കുകയാണ് Form 11 ഫയൽ ചെയ്തിട്ടില്ല, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസി ആനുവൽ റിട്ടേൺ ഒന്നും ഫയൽ ചെയ്തിട്ടില്ല. അമിത്തിന് ലയബിലിറ്റി എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. Meanwhile, Ramneek proposes to amend the LLP agreement to reflect Amit's new profit sharing ratio and allocate specified decision making powers to him. പക്ഷേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾ പറയുകയാണ് നമുക്ക് ഇപ്പോൾ തന്നെ LLP agreement മാറ്റിയിട്ട് നിനക്ക് ഉള്ള ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആസ് എ വർക്ക് ത്രൂ ദീസ് മാറ്റേഴ്സ് ഹി കോൺസ്റ്റിറ്റ്യൂട്ടഡ് എ ലീഗൽ അഡ്വൈസർ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദ LLP ഇമ്പാക്റ്റഡ് ദ റെസ്പോൺസിബിലിറ്റി. LLPക്കകത്ത് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് അവർ ലീഗൽ അഡ്വൈസറിന് പോയി ചോദിക്കും. ഓൺ ദ ബേസ് ഓഫ് എബവ് ഫാക്ട്സ് ആൻഡ് അപ്ലൈങ് ആപ്ലിക്കബിൾ പ്രൊവിഷൻ ആൻസർ ദ ഫോളോയിങ്. വെൻ അമിത് ജോയിൻഡ് ന്യൂ LLP, അമിത് പുതിയതായിട്ട് വന്നതാണ്. ആനുവൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസി വെ പെൻഡിങ്. Form 11 ഫയൽ ചെയ്തിട്ടില്ലെന്ന് കഥയ്ക്കകത്ത് നമ്മൾ വായിച്ചായിരുന്നു. വാട്ട് ഈസ് അമിത്സ് ലയബിലിറ്റി ആസ് എ ന്യൂലി അഡ്മിറ്റഡ് പാർട്ട്ണർ? അമിത്തിന് എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ട്? പുതിയതായിട്ട് വന്നതാണ്. അവൻ്റെ അഡ്മിഷന് മുന്നേ ഉള്ളതിന് ബാക്കിയുള്ള പാർട്ട്നേഴ്സെ ലയബിൾ ആവുള്ളൂ, അവനെ ലയബിളാക്കാൻ പറ്റൂല. സോ അമിത് ഹാസ് നോ ലയബിലിറ്റി. ഓപ്ഷൻ എ. പാസ്റ്റ് കംപ്ലൈൻസസിന് വേണ്ടി അമിത്തിന് ലയബിൾ ആക്കാൻ പറ്റൂല. In the light of Amit's concern about the pending complaints filing, which of the following best describes the responsibility of the partners in New Education? അമിത് ഈ കംപ്ലൈൻസ് ഇഷ്യൂ പറഞ്ഞു, ബാക്കിയുള്ള പാർട്ട്നേഴ്സിൻ്റെ ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? Only designated partners are responsible for ensuring complaints. All partners, complaints can only be assigned to one partner. ലീഗൽ അഡ്വൈസേഴ്സ് ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആയിരിക്കും റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത്. ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറാണ്. ലീഗൽ കംപ്ലൈൻസസ് ഒക്കെ എടുക്കുന്നത് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സും ബിസിനസ് മാനേജ് ചെയ്യുന്നത് സാധാരണ പാർട്ട്നേഴ്സും. സോ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറാണ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ. 8th one, suppose in the given scenario, New Education Innovators LLP fails to file. അത് രണ്ടും ഫയൽ ചെയ്തിട്ടില്ല 5 വർഷത്തേക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കുഡ് ഒക്കർ? പൂട്ടിപ്പോകാൻ വേണ്ടി പറയും. ഈസി ക്വസ്റ്റൻ ആണ്. ട്രൈബിളിൽ പൂട്ടിപ്പോകാൻ വേണ്ടി പറയും. ഓപ്ഷൻ എ. സോ 6, 7, 8 മൂന്നിൻ്റെയും എ ആണ് ഓപ്ഷൻ. 6, 7, 8 3 ക്വസ്റ്റ്യൻ്റെയും എ ആണ് ഓപ്ഷൻ.
ക്ലിയർ അല്ലേ? Okay. Going for the next case scenario. കഥ വായിക്കാം. അർണവ് റിക്വയർസ് $55,000 per year. ട്യൂഷൻ ഫീ പ്ലസ് ലിവിങ് എക്സ്പെൻസ് ആണ്. ക്യാൻ ഈ ഒപ്റ്റെയിൻ ദ ഫോറിൻ എക്സ്ചേഞ്ച്? ഫോറിൻ എക്സ്ചേഞ്ച് ട്യൂഷൻ ഫീയും മറ്റ് ലിവിങ് എക്സ്പെൻസും വരുന്നുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് എടുക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? മിസ്റ്റർ രാജേഷ് മെഹ്ത്ത വൺ എ ലോക്കൽ ലോട്ടറി ആൻഡ് വോണ്ട്സ് ടു റെമിറ്റ് എ പാർട്ട് ഓഫ് ദ വിന്നിങ്സ് ടു അർണവ് ഇൻ സ്വിറ്റ്സർലാൻഡ്. കഥ പോലും വായിക്കണ്ട. ഇവിടുന്ന് വിൻ ചെയ്യുന്ന ലോട്ടറി പുറത്തോട്ട് ഫോറിൻ എക്സ്ചേഞ്ച് ഡ്രോ ചെയ്ത് റെമിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദ ഓതറൈസ് ഡീലർ മസ്റ്റ് ഇവാലുവേറ്റ് വെദർ ദ ട്രാൻസാക്ഷൻ ഇസ് പെർമിസിബിൾ. അത് വായിക്കാതെ തന്നെ ഞാൻ പറയാം പെർമിസിബിൾ അല്ല. If Raghav submits a medical estimate from the US hospital showing expenses of $4 lakh, what can the authorized dealer do? 4 lakhിനനുസരിച്ചിട്ടുള്ള എക്സ്പെൻസ് കാണിച്ചു കഴിഞ്ഞാൽ ഓതറൈസ് ഡീലറിന് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെ? A Limited is incorporated on 3rd January 2023 as per the Companies Act. What will be the financial year? ഞാൻ കഴിഞ്ഞ സെഷനകത്ത് പറഞ്ഞാണ് ഈ ഫിനാൻഷ്യൽ ഇയർ കമ്പ്യൂട്ടേഷനൊക്കെ. അതൊരു കേസ് ബേസ് ക്വസ്റ്റനായിട്ട് ചോദിച്ചു. MCQന് ചോദിക്കാം എന്നൊക്കെ ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. A charge was created by Black Limited on its office premise. Okay, this is a complete different question. അപ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് MCQ ആണ് ഇവിടെ. ഓക്കെ, സോ 10-11 വരെയാണ് വന്നേക്കുന്നത്. 9-10-11 ആണ് കഥ. ഓക്കെ, സോറി. Arnav Mehta is a very bright student. He is a resident of Ahmedabad and lived in India throughout the financial year 24-25. On 12-2025, he left India to 24-25 വരെ ഇന്ത്യയിലാണ് ജീവിച്ചത്. 12th July 25 ചേട്ടൻ ഇന്ത്യ വിടുന്നു. 2-year മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ബയോടെക്നോളജി ഇൻ എ റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റി ഇൻ ജനീവ. അതിലേക്കാണ് പോകുന്നത്. To meet the cost of his education, Arnav required $25,000 per year tuition fee and $30,000. So ജനീവയിലേക്ക് പോകുന്നു. ട്യൂഷൻ ഫീസ് ഇത്ര, ലിവിങ് എക്സ്പെൻസ് ഇത്ര. He approaches authorized dealer bank to obtain foreign exchange for these requirements under applicable FEMA. നമ്മൾ ഓതറൈസ് ഡീലറിൻ്റെ അടുത്ത് പുള്ളിക്കാരൻ പോകുന്നു. ട്യൂഷൻ ഫീസ് പ്ലസ് ലിവിങ് എക്സ്പെൻസിന് വേണ്ടി പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. During this period, Arnav's father, Mr. Rajesh Mehta, who continued to reside in Ahmedabad, won a significant prize in the local lottery. പുള്ളിക്കാരൻ്റെ ഫാദറിന് അടിപൊളിയായിട്ട് ഒരു ലോട്ടറി അടിക്കുകയാണ്. Arnav financially, wishing to support Arnav financially, he studied abroad. Mr. Mehta approaches authorized dealer bank to remit a portion of the lottery winning to Arnav's account in Switzerland. സോ എനിക്ക് എൻ്റെ മകനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമല്ലോ, ലോട്ടറി പൈസ ഞാൻ സ്വിറ്റ്സർലാൻഡിൽ ജനീവയിലുള്ള മകൻ അയച്ചു കൊടുത്തോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഓതറൈസ് ഡീലറിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുകയാണ്. ഹി സബ്മിറ്റഡ് ദ റിക്വയർഡ് ഡോക്യുമെന്റ് ആൻഡ് സോട്ട് ഗൈഡൻസ് ഫ്രം ദ ബാങ്ക് റിഗാർഡിംഗ് ദ പെർമിസിബിലിറ്റി. ബാങ്കിൻ്റെ അടുത്ത് ചോദിച്ചു ഇത് പെർമിസിബിൾ ആണോ. Around the same time, a close family friend of Mehta, Mr. Raghav Shan, was advised by his doctors in India to undergo an advanced kidney transplant procedure at a specified medical center. ഇതേ സമയത്ത് തന്നെ മെഹത്തയുടെ ഒരു ക്ലോസ് ഫ്രണ്ട് രാഘവ് ഷായ്ക്ക് ഒരു കിഡ്നി ഇഷ്യൂ വന്നു, ട്രാൻസ്പ്ലാന്റ് വന്നു. അപ്പോൾ അത് ഒരു സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ സെൻറ്റർ ന്യൂയോർക്ക് USA ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫാമിലി ഫ്രണ്ടാണ്. രാഘവ് കോൺടാക്റ്റഡ് ഹിസ് ഓതറൈസ്ഡ് ഡീലർ ബാങ്ക് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രൊസീജിയർ ആൻഡ് ലിമിറ്റ്സ് ഫോർ ഒബ്റ്റെയിനിങ് ദ ഫെമ. അപ്പോൾ പുറത്ത് പോയിട്ട് ചെയ്യാനേ അത് പറ്റുള്ളൂ. അപ്പോൾ എന്തുമാത്രം ലിമിറ്റാണ് അത് പെർമിസിബിൾ ആയിട്ടുള്ളത്. ഓൺ ദ ബേസിസ് ഓഫ് ദ എബോവ് ഫാക്ട്സ് ആൻസർ ദ ഫോളോയിങ്. Arnav requires $55,000. ബ്രേക്കപ്പ് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. 30+25 രണ്ടും കൂടെയാണ് അവർക്ക് വരുന്നത്. ക്യാൻ ഹി ഒപ്റ്റെയിൻ ദിസ് ഫോറിൻ എക്സ്ചേഞ്ച്? യെസ്, ഒരു കുഴപ്പമില്ല. കാരണം എഡ്യൂക്കേഷൻ പർപ്പസിന് പോയേക്കുന്നത് വിതിൻ ദ ലിമിറ്റ് തന്നെയാണ് വന്നേക്കുന്നത്. RBIയുടെ അപ്രൂവലിൻ്റെ ആവശ്യം ഇല്ല. നോ, ഓപ്ഷൻ എ 50 മൊത്തം 55,000 മുകളിൽ വിത്തൗട്ട് RBI അപ്രൂവൽ കിട്ടും. ട്യൂഷൻ ഫീസ് പ്ലസ് ഇൻസിഡൻറ്റൽ എക്സ്പെൻസ് കിട്ടും. ബാക്കി രണ്ട് യെസ്സോന് 25,000 മാത്രമേ കിട്ടുള്ളൂ. ചിലവരുടെ 55,000. നോ, കംപ്ലീറ്റ് 55,000 കിട്ടും. മിസ്റ്റർ രാജേഷ് മെഹ്ത്ത വൺ എ ലോക്കൽ ലോട്ടറി. അപ്പോൾ അത് പുറത്തോട്ട് ആ പൈസ മകന് അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റൂലടാ. ലോട്ടറി വിന്നിങ് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂല. അല്ലോ ഇതാ ഞാൻ പറഞ്ഞത് വായിക്കാതെ തന്നെ ഞാൻ പറയാം. കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ അത് പ്രൊഹിബിറ്റഡ് ആണ്. ഇവിടെ ലോട്ടറി വിന്നിങ്സ് അടിച്ചിട്ട് നിങ്ങൾക്ക് അത് പുറത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂല. ഇഫ് രാഘവ് സബ്മിറ്റ്സ് എ മെഡിക്കൽ എസ്റ്റിമേറ്റ് ഫ്രം ദ US hospital ഷോയിങ് എക്സ്പെൻസ് ഓഫ് 4 lakh. പറഞ്ഞില്ലേ കിഡ്നി ട്രാൻസ്പ്ലാന്റിൻ്റെ ആവശ്യമുണ്ട്. അതിനുള്ള മെഡിക്കൽ പ്രൂഫൊക്കെ കൊടുത്തിട്ട് 4 ലക്ഷം USD വരും എന്നാണ് പറയുന്നത്. ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? US dollar 2,50,000 തന്നെ വിത്തൗട്ട് അപ്രൂവൽ കിട്ടും. അഡീഷണൽ എമൗണ്ട്സ് റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റും മെഡിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ.
without RBI's approval. So option C ആണ്. Authorized dealer shall release $250,000 without approval and release additional amounts if there is a supporting document. ഇവിടെ മറ്റേ മെഡിക്കലി അവർ കൊടുക്കുന്നുണ്ട്, സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് കൊടുക്കുന്നുണ്ട്, 4 lakh വരെ വേണം. സോ 4 lakh വരെ ഓതറൈസ്ഡ് ഡീലറിന് മറ്റേ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ റിലീസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. നോ പ്രോബ്ലം. ക്ലിയർ അല്ലേ? വളരെ കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഇറ്റ്സ് ഓപ്ഷൻ സി. ലോട്ടറി വിന്നിങ് പുറത്തോട്ട് എടുക്കാൻ പറ്റൂല. പിന്നെ ഇവിടെ മൊത്തം 55,000 മുകളിൽ RBIയുടെ അപ്രൂവൽ ഇല്ലാതെ തന്നെ വിഡ്രോ ചെയ്തുകൊണ്ട് പോകും. ഇനിയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളതാണ് വന്നേക്കുന്നത്. ഇൻഡിപെൻഡൻ്റ് ആണ്. ഐ ഹോപ്പ് അൺടിൽ നൗ ഇറ്റ്സ് ക്ലിയർ, നോ ഡൗട്ട്. കേസ് ബേസ് സിനാരിയോ. A Limited is incorporated on 3rd January 2023. As per the Companies Act 2013, what will be the financial year for the company? Financial year എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ആ വർഷം തീരൂല, 31st March 2023 തീരൂല. കാരണം ഞാൻ കമ്പനീസ് ആക്ടിനകത്ത് പറഞ്ഞായിരുന്നു, വിച്ച് എവർ കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഡ്യൂറിങ് ജാനുവരി ടു നമ്മുടെ മാർച്ച് ടൈം, ജനുവരി ഫെബ്രുവരി മാർച്ച്, ആ വർഷം തീരൂല, തൊട്ടടുത്ത വർഷം തീരുള്ളൂ. 3rd ജാനുവരിയിലാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്നത്. സോ 31st March 2024 നെക്സ്റ്റ് വർഷമേ തീരുള്ളൂ. സോ ഓപ്ഷൻ ഇസ് സി, 31st March 2024. ഓപ്ഷൻ ഇസ് സി. ജാൻ ടു മാർച്ച് ആണെങ്കിൽ ആ വർഷം തീരൂല, തൊട്ടടുത്ത വർഷം. ഇതാണ് കമ്പനീസ് ആക്റ്റിൽ നോക്കേണ്ടത്. ഇതേ സാധനം LLP വരുവാണെങ്കിൽ 1st October ശേഷം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന LLP ആണെങ്കിൽ ആ വർഷം തീരൂല, തൊട്ടടുത്ത വർഷം. ചാർജ് വാസ് ക്രിയേറ്റഡ്. ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ലിമിറ്റഡ് ആണ്. ടേം ലോൺ 1 crore മുകളിലാണ് ചെയ്തത്. ആംബ്രോ ബാങ്ക് ലിമിറ്റഡിലാണ്. ചാർജ് ബോത്ത് പാർട്ടീസ് എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത് 16th ഫെബ്രുവരിയിലാണ്. ഇൻഅഡ്വേർട്ടൻ്റ്ലി ദ കമ്പനി കുഡ് നോട്ട് രജിസ്റ്റർ ദ ചാർജ്. ROCയുടെ അടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. വിതിൻ ദ ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി പീരീഡ് 30 ഡേയ്സിനുള്ളിൽ ചെയ്യണമായിരുന്നു. 16th ഫെബ്രുവരി ക്രിയേറ്റ് ചെയ്തെങ്കിൽ വിതിൻ എ പീരീഡ് ഓഫ് 30 days. ആൻഡ് ഡിഫോൾട്ട് വാസ് മെയ്ഡ് നോൺ ടു ഹിം ബൈ ദ ലെൻഡിങ് ബാങ്കർ വിത്ത് എ സ്റ്റേൺ വാർണിംഗ് ടു ടേക്ക് ഇമ്മീഡിയറ്റ് സ്റ്റെപ്സ് ഫോർ റെക്ടിഫിക്കേഷൻ. അപ്പോൾ ബാങ്കർ പറഞ്ഞു, ഇനി നീ പെട്ടെന്ന് തന്നെ ചെയ്തോണം, നടക്കൂല കാര്യം എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയുവാണ്. ഓക്കെ. The latest date which the company must register the charge with ROC as to avoid paying ad valorem fees for the registration of the charge വരുവാണെങ്കിൽ ആദ്യം നമ്മൾ ഫസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ ആണെങ്കിൽ അഡീഷണലും പിന്നെയാണ് ad valorem ഫീസ് വരിക. സോ ദ കറക്റ്റ് ഓപ്ഷൻ വിൽ ബി, ലെറ്റ് മീ കമ്പ്യൂട്ട്, ദ കറക്റ്റ് ഓപ്ഷൻ വിൽ ബി ബി, 17th April. ഫസ്റ്റ് 30 ഡേയ്സിനുള്ളിൽ ചെയ്യണം. ഫെബ്രുവരിയാണ്. സോ 28 days, ഫസ്റ്റ് 30 ഡേയ്സിനുള്ളിൽ ചെയ്യണം. പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത 30 days എന്ന് പറയുമ്പോൾ 17th April. ബി വിൽ ബി ദ കറക്റ്റ് ആൻസർ. അല്ലെങ്കിൽ അതും കൂടെ കഴിഞ്ഞ് വരാൻ ad valorem വരും. ക്ലിയർ അല്ലേ? ഇതൊക്കെ കമ്പ്യൂട്ടേഷൻ ഒന്ന് ചെയ്ത് നോക്കിയാൽ, കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ മാത്രമേ കിട്ടുള്ളൂ. ABC Real Estate is a prominent real estate company, has recently acquired a piece of land. The land has a small lake that is expected to generate significant tourism revenue in the future. Additionally, the land has several old structures that are permanently fastened to earth. അപ്പം ലാൻഡിനകത്ത് കുറച്ച് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. A stone pavilion, a historical monument. ABC Real Estate Limited plans to develop the area by refurbishing the existing structure, enhancing the natural surroundings. എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ മാറ്റിയിട്ടാണ് അവർ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നത് ആ ലാൻഡിനെ. കൺസിഡറിംഗ് ദ എബോവ് സിനാരിയോ, ഐഡൻറ്റിഫൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ക്ലാസിഫൈഡ് ആസ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ലാൻഡ് ആൻഡ് സ്റ്റോൺ പാവിലിയൻ, ലാൻഡ് ബെനിഫിറ്റ്സ് അറൈസിംഗ് ഫ്രം ദ ലേക്ക്, ലാൻഡ്സ് ബെനിഫിറ്റ് ഫ്രം ദ ലേക്ക് ആൻഡ് സ്റ്റോൺ, ലാൻഡ് ബെനിഫിറ്റ്സ് അറൈസിംഗ് ഫ്രം ദ ലേക്ക്, സ്റ്റോൺ പാവിലിയൻ, അതാ എല്ലാം പെർമനൻ്റ്ലി അറ്റാച്ച്ഡ്, ഫാസ്റ്റൻ ടു എർത്ത് എന്നല്ലേ പറയുന്നത്. സോ ഓപ്ഷൻ ഇസ് ഡി, ദ ലാൻഡ്, ദ ബെനിഫിറ്റ്സ് അറൈസിംഗ് ഫ്രം ദ ലേക്ക്, ദ സ്റ്റോൺ പെവിലിയൻ ആൻഡ് ദ ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്. ഇതിനെല്ലാം നമുക്ക് എന്തായിട്ട് കാണാം? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് കാണാം. ദാറ്റ് വാസ് ടു സിമ്പിൾ ക്വസ്റ്റ്യൻ, ഐ വുഡ് സേ. The Ministry of Transport is planning to construct a new highway that will connect City A and City B. According to the initial plan, the highway is expected to cover a distance of 180 kilometers. പുതിയ ഹൈവേ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. സിറ്റി എ സിറ്റി ബി കണക്ട് ചെയ്യാനായിട്ടാണ്.
180 kilometers ഡിസ്റ്റൻസിലാണ് കണക്ട് ചെയ്യുന്നത്. ഡ്യൂറിംഗ് ദ സർവേ ദ എഞ്ചിനീയേഴ്സ് മെഷേഴ്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സിറ്റീസ് ആസ് ക്രോ ഫ്ലൈസ് വിത്തൗട്ട് കൺസിഡറിംഗ് ദ നാച്ചുറൽ ടെറൈൻ ആൻഡ് എക്സിസ്റ്റിംഗ് റോഡ് കവേഴ്സ് ഒന്നും നോക്കുന്നില്ല. ക്രോ ഫ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. ദിസ് മെത്തേഡ് ഇസ് ഇൻ ലൈൻ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ജനറൽ ക്ലോസ് ആക്ട് റിഗാർഡിംഗ് ദ മെഷർമെൻറ്റ് ഓഫ് ഡിസ്റ്റൻസ് ഓഫ് ഇങ്ങനെ. അപ്പോൾ ജനറൽ ക്ലോസ് ആക്ട് പ്രകാരം ഇത് കറക്റ്റായിട്ടാണ് അവർ മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. It should be measured on a straight line on a horizontal plane unless otherwise specified. അല്ലാണ്ട് ക്രോ ഫ്ലൈ ചെയ്യുന്ന രീതിയിലൊന്നുമല്ല നോക്കുന്നത്, സ്ട്രെയിറ്റ് ലൈൻ ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അങ്ങനെയാണ് നിങ്ങൾ ജനറൽ ക്ലോസ് ആക്ട് പ്രകാരം മെഷർ ചെയ്യേണ്ടത്. സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ് ആൻസർ. മൾട്ടിപ്പിൾ ചോയ്സ് വാസൻറ്റ് എ ഡിഫിക്കൾട്ട് വൺ. ഈ കുറേ കഥയൊക്കെ തന്നേക്കാൻ നമുക്ക് എങ്ങനെ ഇഗ്നോർ ചെയ്യേണ്ടതെന്ന് ഞാനൊരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക. വെറുതെ കുറേ ഇൻഫർമേഷൻസ് തരും പിള്ളേരുടെ സമയം കളയാൻ വേണ്ടി. നിങ്ങളാണത് വായിച്ച് അണ്ടർലൈനൊക്കെ ചെയ്ത് വരുമ്പം ഒരു സമയം എടുക്കും. സോ മേക്ക് ഷുവർ ദാറ്റ് യു പ്രാക്ടീസ് MCQ. ഐ ബീൻ റിപ്പീറ്റഡ്ലി സെയിങ് ദിസ്. വെരി ലെസ് ടൈം. അടുത്ത മാസം ഈ സമയമാകുമ്പോൾ നിങ്ങളുടെ എക്സാമൊക്കെ കഴിഞ്ഞു, നിങ്ങളൊരു ഫ്രീ ടൈമിലിരിക്കുന്ന സമയമാണ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗിവിങ് യുവർ ബെസ്റ്റ് ഇൻ ദ കമ്മിങ് ഡേയ്സ്. ഇനി നമ്മൾ തമ്മിൽ കാണുന്നത് മോസ്റ്റ്ലി ഫൈനൽ ലാപ്പ് എന്ന് പറയുന്നൊരു സെഷൻ വെക്കുന്നുണ്ടെങ്കിൽ ഐ വിൽ ബി സീയിങ് യു ഫോർ ദ ഫൈനൽ ലാപ്പ്. ഫൈനൽ ലാപ്പ് എന്ന് പറയുന്ന സെഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിഷിങ് യു ഓൾ the very best. Give your best for the coming exam. ഏറ്റവും നന്നായിട്ട് നമ്മൾ പറഞ്ഞ പ്ലാനും പറഞ്ഞ ക്വസ്റ്റ്യൻസും ഒക്കെ നന്നായിട്ട് നോക്കുക. മേക്ക് ഷുവർ ദാറ്റ് യു പ്ലാൻ യുവർ 1.5 days പ്രോപ്പർലി ബിഫോർ ദ എക്സാം ആൻഡ് ദാറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. എന്തെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്തത് RTP, MTP 1, MTP 2, പ്രീവിയസ് ഇയർ, അതിനകത്ത് പല സെഷൻസായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നില്ല, മൂഡില്ല, തലയിൽ കയറുന്നില്ല എന്നൊക്കെ തോന്നുമ്പോൾ ഏതെങ്കിലും ഒരു സെഷൻ ഓൺ ചെയ്ത് വെക്കുക. കാരണം ഈ 4 സെഷനകത്തും എക്സെപ്റ്റ് ഫോർ 1 or 2 questions which is repeated, apart from that പല ടോപ്പിക്സാണ്. അറ്റ്ലീസ്റ്റ് ഒരു 10, 20, 22 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അങ്ങനെ 4 പേപ്പറായിട്ട്. സോ നിങ്ങളറിയാതെ തന്നെ കുറേ ടോപ്പിക്സ് ഓട്ടോമാറ്റിക്കലി റിവൈസ്ഡ് ആയി പോവാണ്. സോ ഇഫ് എ ഡേ യു ഫീൽ ലൈക്ക് you can't study, you are not able to study, or you don't want to study, you're very bored studying, just switch that video on. So 1 hour 2 hour നിങ്ങൾ അറിയാതെ പോർഷൻസ് കേട്ട് നിങ്ങളുടെ ഓർമ്മയിൽ യു വിൽ ബി ഏബിൾ ടു റിക്കലക്ട്. അങ്ങനെ 20-22 ടോപ്പിക്സ് ഇട്ടിട്ട് 4 പേപ്പർ ആകുമ്പം ആവറേജ് ആയിട്ട് പറയുന്ന അതിനേക്കാളും നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ഉണ്ട്. സോ ഗെറ്റിംഗ് എൻ ഐഡിയ, ഒരു നല്ല റിവിഷൻ തന്നെയാവും. ഓക്കെ, സോ ഗിവ് യു ബെസ്റ്റ്, ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദി എക്സാംസ്. താങ്ക് യു.